നമുക്കറിയാം, ഈ ദിവസങ്ങൾ നമ്മൾ തുടർച്ചയായി ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് 1 യോഹന്നാൻ 5:4 വാക്യമാണ്. ഒരു പഠന മനോഭാവത്തോടുകൂടെ, ഒരു വേദവിദ്യാർത്ഥിയുടെ ഹൃദയത്തോടുകൂടെ നമുക്കിന്ന് രാത്രിയിൽ തിരുവെഴുത്തിലേക്ക് വീണ്ടും നമുക്ക് പ്രാർത്ഥനാപൂർവ്വം സമീപിക്കണം. വേദപുസ്തകം തുറന്ന് നിങ്ങൾ അതിൽ നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ നോട്ട് ചെയ്ത് ഇത് ഒരു വചന പഠനമാണ് എന്ന ബോധ്യത്തോടുകൂടെ നമുക്ക് തിരുവെഴുത്തുകളെ സമീപിക്കുവാനായിട്ട് ഇടയാകട്ടെ. നമുക്കറിയാം, യുഗാന്ത്യ ജയാളികൾ എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ധ്യാന വിഷയം. യുഗാന്ത്യത്തിലെ ജയാളികൾ. ഈ യുഗം അതിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് അടുത്തു വരികയാണ്. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് നേരിട്ട് കാണാൻ വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ് എൻ്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇതുപോലെ സംഭവങ്ങൾ അതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ഓടിയെടുത്ത ഒരു കാലം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. നമുക്കിന്ന് രാത്രി തല ഉയർത്തി കാര്യങ്ങളെ നിരീക്ഷിച്ചാൽ മനസ്സിലാകും സംഭവങ്ങൾ അതിൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് അടുക്കുകയാണെന്ന്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ മുൻപിൽ നിൽക്കുന്ന സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലൂക്കോസ് സുവിശേഷത്തിൽ ഒരു വസ്തുത ഓർപ്പിച്ചു. പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, തെക്കൻ കാറ്റ് ഊതുന്നത് കാണുമ്പോൾ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു. കപടഭക്തിക്കാരെ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഭാവങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം, പിന്നെ നിങ്ങൾ ഈ കാലത്തെ വിവേചിക്കാത്തത് എന്തുകൊണ്ട്? യേശുക്രിസ്തു കാലവിവേചനം എന്ന ഒരു വിഷയം ചർച്ച ചെയ്തിട്ട് പറയുകയാണ്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുമ്പോൾ പലസ്തീൻ നാട്, അക്ര, മൊറിയ, ബദേസ, സിയോൻ, ഗിൽബോവ, സെയീർ, ഈ മലമടക്കുകളുള്ള പലസ്തീൻ നാടിൻ്റെ പടിഞ്ഞാറ് ഭാഗം മെഡിറ്ററേനിയൻ മഹാസമുദ്രമാണ്. അവിടെ നിന്നും ഒരു വെൺകീർ മേഘം, ഒരു ചെറിയ മേഘം, ഒരു കൈ പോലെയുള്ള ഒരു മേഘം ഉയർന്നാൽ തന്നെ കർഷക സമൂഹത്തിന് നന്നായിട്ടറിയാം വരാൻ തുടങ്ങുന്നത് പെരുമഴയാണ്. അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറ് നിന്ന് ഒരു മേഘക്കീർ ഉയർന്നാൽ അതിൻ്റെ പുറകിൽ എന്താണ് വരാൻ തുടങ്ങുന്നത് എന്ന് ഊഹിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ അവിടുത്തെ കർഷക സമൂഹത്തിനുണ്ട്. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാൽ അതിൻ്റെ അർത്ഥം പലസ്തീൻ നാടിൻ്റെ തെക്ക് ഭാഗത്ത് അതേ സീനായ് മരുഭൂമിയാണ്. അവിടുന്ന് കാറ്റ് പുറപ്പെടുന്നത് കണ്ടാൽ അടുത്തത് കാലാവസ്ഥ മാറും, അത്യുഷ്ണത്തിലേക്ക് നീങ്ങും. അപ്പോൾ സൂര്യതാപത്തിൻ്റെ നില ചൂട് കൂടാൻ പോകുകയാണോ, തണുപ്പിൽ മഴ പെയ്യാൻ പോകുകയാണോ? ഇത് മനസ്സിലാക്കാൻ ചില ലക്ഷണങ്ങൾ അവിടെയുണ്ട്. എന്നാൽ കർത്താവ് ചോദിക്കുകയാണ്, ലക്ഷണങ്ങൾ കണ്ടിട്ട് എന്താണ് സംഭവിക്കാൻ തുടങ്ങുന്നത് എന്ന് ഊഹിച്ചെടുക്കാൻ നിങ്ങളുടെ കാർഷിക സമൂഹത്തിന് കഴിയും. പക്ഷേ നിങ്ങളുടെ കൺമുൻപിൽ നിൽക്കുന്നത് ആരെന്നറിയാമോ? അത് സാധാരണക്കാരനല്ല, സ്വർഗം ഭൂമിയെ തൊട്ട് നിൽക്കുന്ന ഈ ദൈവപുത്രൻ്റെ രക്ഷകന്റെ സാന്നിധ്യം ഉണ്ടായിട്ടും അത് തിരിച്ചറിയാനുള്ള കാലവിവേചനം അവർക്കുണ്ടാകാഞ്ഞതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, പൗലോസിൻ്റെ ഭാഷയിൽ അറിയായ്മയിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചു കളഞ്ഞു. നമ്മളിത് രാത്രി ഓർക്കുക, നാം കാലവിവേചനം ചെയ്യുന്നവരാകണം. 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ 8,532 പ്രാവശ്യം സുമാർ വ്യക്തമാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് അത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. യേശുവിൻ്റെ പുനരാഗമനത്തോളം പ്രാധാന്യമുള്ള രണ്ടാമതൊരു വിഷയം ഈ 31,173 വാക്യങ്ങളിൽ, ഈ ബൈബിളിൽ 66 പുസ്തകങ്ങളിൽ മറ്റൊന്നിലുമില്ല. ഏറ്റവും പ്രാധാന്യം യേശുവിൻ്റെ മടങ്ങിവരവാണ്. ഭൂതകാല ദൈവിക കാര്യപരിപാടികളുടെ കേന്ദ്ര ബിന്ദു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവായിരുന്നു. ഭാവികാല ദൈവിക കാര്യപരിപാടികളുടെ കേന്ദ്ര ബിന്ദു പുനരാഗമിക്കുന്ന ക്രിസ്തുവാണ്. സഭയുടെ മുഴു പ്രതീക്ഷയും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് 6 അടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടത്തിലല്ല, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിലാണ്. ഒരിക്കൽ കൂടെ പറയട്ടെ, അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രതീക്ഷാ വിഷയം നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവാണ്. സഭ അവിടെ നിന്ന് 1 ഇഞ്ച് പിൻപോട്ട് പോകുമ്പോൾ അത് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നതിലേക്ക് നീങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ സ്തോത്രം, കണ്ണൊന്ന് അടഞ്ഞു പോയാൽ മൂക്കിൽ പഞ്ഞി തിരികി അടുത്ത മോർച്ചറിയിൽ വെക്കുന്ന ഒരു പാട്ടവണ്ടി കിട്ടിയത് കൊണ്ടോ,
ഒരു നിലയിൽ നിന്ന് 3 നിലയിലേക്ക് പണിതുയർത്താൻ അല്പം കാശ് കീശയിൽ വന്നതുകൊണ്ടോ, ഒന്ന് ഇരുത്തി കുലുക്കിയാൽ പൊട്ടി വീഴുന്ന ഒരു സിമെന്റ് കൂന പണിയാൻ പൈസ കയ്യിൽ കിട്ടിയത് കൊണ്ടോ, 10 ഏക്കർ വസ്തു വാങ്ങിക്കാൻ, അടുത്ത നിയമം മാറിയാൽ ഭണ്ണാരത്തിൽ ചേരുന്ന ഒരു വസ്തു വാങ്ങിക്കാനുള്ള പണം കിട്ടിയത് കൊണ്ടോ ദൈവാനുഗ്രഹം ആണെന്ന് വിചാരിക്കരുത്. മരുഭൂമിയിൽ ചിതറി വീണ 29,99,998 പേരുടെയും ഉദരം ഒന്ന് പരിശോധിച്ചാൽ അതിനകത്ത് അവസാനം ദഹിച്ചത് മല്ലന്മാരുടെ ഭക്ഷണമായ, ദൂതന്മാരുടെ ഭക്ഷണമായ മന്നയാണെന്ന് ഓർക്കണം. ഓർക്കുക, ഈ മണ്ണിൽ അവസാനിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്, നിത്യതയിലെത്താനാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കളുടെ കണ്ണുകൾ പ്രകാശിക്കണം. ഈ മണ്ണിനേക്കാൾ ഈ യുഗത്തിന്റെ അന്ത്യത്തിൽ നിത്യതയ്ക്കായി നിൽക്കാം. വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ ഇടപാടും കാലങ്ങളെ വ്യത്യസ്ത ഘട്ടങ്ങളുള്ള യുഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, യുഗപഠനത്തിൽ വളരെയധികം പ്രാധാന്യം വേർപെട്ട ദൈവമക്കൾ നൽകിയിട്ടുണ്ട്. കാലവിവേചനത്തിൽ ഒന്ന്, ഏദൻ പറുദീസയിൽ ആദി മാതാപിതാക്കളെ ദൈവം ആക്കുന്നത് മുതൽ ഏതിൽ നിന്നവർ പുറത്താക്കപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം നിഷ്കൽമഷ യുഗം. ഏതിൽ നിന്നവർ പുറത്താക്കപ്പെടുന്നത് മുതൽ നോഹയ്യ പ്രളയം വരെയുള്ള കാലഘട്ടം മനസാക്ഷി യുഗം. നോഹയ്യ പ്രളയം മുതൽ ബാബേൽ ഗോപുര നിർമ്മാണം വരെയുള്ള കാലഘട്ടം മാനുഷിക ഭരണയുഗം. ബാബേൽ ഗോപുര നിർമ്മാണം മുതൽ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഇന്നത്തെ ഇറാഖിൻ്റെ ദക്ഷിണ ഭാഗത്തുള്ള ഡെൽമുക്കയാർ എന്ന പട്ടണത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത് വരെയുള്ള കാലഘട്ടം വാഗ്ദത്ത യുഗം. അത് കഴിഞ്ഞ് കൽദയ പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ചു വേർതിരിക്കുന്നത് മുതൽ അത് സീനായി പർവ്വതത്തിൻ്റെ മേഖലയെ ലക്ഷ്യമാക്കി ദൈവജനം ഇറങ്ങുന്നത് വരെയുള്ള കാലഘട്ടം വാഗ്ദത്ത യുഗം. അടുത്ത യുഗം ന്യായപ്രമാണ യുഗം. അപ്പോൾ നിഷ്കൽമഷ യുഗം, മനസാക്ഷി യുഗം, മാനുഷിക ഭരണയുഗം, വാഗ്ദത്ത യുഗം, ന്യായപ്രമാണ യുഗം. ന്യായപ്രമാണ യുഗം കഴിഞ്ഞാൽ അടുത്തത് കൃപായുഗം, സഭായുഗം, ചർച്ച് ഏജ്, ഹോളി സ്പിരിറ്റ് ഏജ് എന്ന ആത്മയുഗമാണ്. നാം വസിക്കുന്ന ഈ യുഗമാണ്. ന്യായപ്രമാണ യുഗം നിലകൊള്ളുന്നതിനേക്കാൾ കൃപായുഗത്തിന് വ്യത്യാസമുണ്ട്. ന്യായപ്രമാണ യുഗത്തെ ആലങ്കാരികമായി പറഞ്ഞാൽ 2 മലയിടുക്കുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാം. കൃപായുഗത്തെ ആലങ്കാരികമായി പറഞ്ഞാൽ 2 പുനരുത്ഥാനങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ സീനായി കൊടുമുടി, മേഘം, അന്ധതമസ്, കൂരിരട്ടു, വാക്കുകളുടെ ശബ്ദം, ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം സർവശക്തനായ ദൈവം തൻ്റെ തൃക്കരങ്ങളുടെ അഗ്നിവിരലുകൾ കൊണ്ട് കൽപ്പലകകളിൽ കൽപ്പനകൾ എഴുതി നൽകിയ സീനായി കൊടുമുടിക്കും എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിച്ചുകൊണ്ട് നമ്മുടെ പാപശാപ കാലുഷ്യങ്ങൾ പേറി നമ്മുടെ നാഥൻ ബലിയായി മാറിയ ഗോൽഗോത്ത മലയ്ക്കുമിടയിൽ 1.5 സഹസ്രാബ്ദം ന്യായപ്രമാണ യുഗം നിലകൊള്ളുകയാണ്. അടുത്തതാണ് നാം വസിക്കുന്ന ഈ കൃപായുഗം. നാം വസിക്കുന്ന കൃപായുഗം 2 പുനരുത്ഥാനങ്ങളുടെ മധ്യത്തിലാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പുനരുത്ഥാനം ക്രിസ്തു മരിച്ചവരിൽ നിന്നും കല്ലറയെ ഭേദിച്ചുയർത്ത ഉയർത്തെഴുന്നേൽപ്പ്. അടുത്ത പുനരുത്ഥാനം ദൈവസഭ പ്രതീക്ഷയോടെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ കല്ലറയെ ഭേദിച്ച് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ഉയർത്തെഴുന്നേൽപ്പ്. നാം കൃപായുഗത്തിൻ്റെ സന്ധ്യയിൽ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഓർക്കണം, ഈ ഘട്ടത്തിൽ സഭ എങ്ങനെയായിരിക്കും? വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് വ്യക്തമായി തെളിവുകൾ നൽകുന്നുണ്ട്. സഭ കർത്താവിനെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിട്ടാണ് നിക്യ വിശ്വാസ പ്രമാണം മുതൽ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, 325 ആണ്ടടിയിൽ 318 പിതാക്കന്മാർ നിക്കയിലെ ബിഥുന്യയിൽ വാദിച്ചും തർക്കിച്ചും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വ നിഷേധിയായ അറിയൂസനെ ശാസിച്ചുകൊണ്ട് തയ്യാറാക്കിയ ക്രിസ്തീയ ഉപദേശ സത്യങ്ങളുടെ അടിത്തറയായ നിക്യ വിശ്വാസ പ്രമാണത്തിൻ്റെ 2ാം ഭാഗത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് മടങ്ങിവരവിൻ്റെ ചിത്രത്തിലാണ്. ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർവ്വസൃഷ്ടിക്ക് മുഖാന്തരമായവനും, മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ കന്യമറിയാമിൽ ജഡം ധരിച്ച് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് നാളുകളിൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരികിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ
തൻ്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന യേശു കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ദൈവമക്കൾ പറഞ്ഞ് ചൊല്ലിത്തീർക്കുകയല്ല, ഞങ്ങൾ അവനെ കാത്തിരിക്കുന്നു എന്ന് പറയാൻ കൃപ പ്രാപിച്ചവരാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ. നാം കേവലം വിശ്വസിക്കുകയല്ല, നമ്മൾ അവനെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഓർക്കുക, ഈ കാത്തിരിപ്പിൻ്റെ അന്ത്യഘട്ടത്തിൽ സഭ എന്ന പിതാവായ ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരം യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ പരിശുദ്ധാത്മാവ് പണിതു വരുന്ന ഈ സാർവത്രിക സംഘത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും? സഭ പല പ്രഭാഷകരും അവതരിപ്പിക്കുന്നത് പോലെ അന്ത്യഘട്ടത്തിൽ ഉണർവിലേക്ക് ഉയരുകയല്ല, അപ്പോസ്റ്റസിയിലേക്ക്, വിശ്വാസത്യാഗത്തിലേക്ക് താഴുകയാണ് ചെയ്യുക. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളുടെ ചിത്രമുണ്ട്, 2-3 അധ്യായങ്ങൾ. നിങ്ങളൊന്നെടുക്കണം. യുഗാന്ത്യത്തിലെ ജയാളികൾ എന്ന് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് ഈ ചിത്രീകരണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിൽ എഫേസോസ്, നമ്മൾ ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. എഫേസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തൈല, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. എത്ര സഭയായി? എഫേസോസ് മുതൽ ലവോദിക്ക വരെയുള്ള 7 സഭകൾ. ഈ 7 സഭകളിൽ 2 സഭകൾക്ക് മാത്രമേ ആരോപണങ്ങളും ശാസനയും ഇല്ലാത്തതുള്ളൂ. ഏതൊക്കെ സഭകൾക്ക്? സ്മുർന്ന സഭയ്ക്കും ഫിലദൽഫിയ സഭയ്ക്കും. ബാക്കി 5 സഭകൾക്കും ആരോപണങ്ങളുണ്ട്. ഈ 5 സഭകളുടെയും ചരിത്രം നമ്മൾ പഠിച്ചാൽ ഈ 5 സഭകൾ ശരിക്കും സഭാചരിത്രത്തിൻ്റെ താഴോട്ടുള്ള ഒഴുക്കാണ്. സഭ അവസാന ഘട്ടം ലവോദിക്കയിലെത്തും. ലവോദിക്കയിൽ പ്രാവചനികമായി പറഞ്ഞാൽ സഭയുടെ ഒടുവിലത്തെ ഘട്ടം വരുമ്പോൾ സഭ ദൈവപുത്രനാൽ ഛർദ്ദിക്കപ്പെടത്തക്ക നിലയിലെത്തും. ഞാൻ ചോദിക്കുന്നു, ഛർദ്ദിലിനോട് വൈകാരിക ബന്ധം ഛർദ്ദിക്കുന്ന ആളിനുണ്ടോ? ഇല്ല. എന്താണ് ഛർദ്ദിക്കുന്നത്? എന്താ ഛർദ്ദിക്കുന്നത്? ഛർദ്ദിൽ വരുമ്പോഴേ പുറത്തേട്ട് തള്ളുന്ന ഈ സാധനത്തിൻ്റെ കാരണം എന്താ? നമുക്കറിയാം, വായിലൂടെ വയറ്റിലെത്തി ഉദരത്തിൽ അമ്ലാംശങ്ങളുമായി ചേർന്ന് ദഹനപ്രക്രിയയിലൂടെ ശരീരത്തിൻ്റെ മജ്ഞയും മാംസവും മേധസ്സുമായി മാറുന്ന ആ ദഹനപ്രക്രിയ നടക്കാതെ ദേഹത്തിൻ്റെ ഭാഗമാകാത്തതിനെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്ത്? ഛർദിൽ, അല്ലേ? ദേഹത്തിൻ്റെ ഭാഗമായതിനെ പുറന്തള്ളുന്ന പ്രക്രിയയല്ല, ദേഹത്തിൻ്റെ ഭാഗമാകാത്തതിനെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് ഛർദിൽ. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു സഭയോട് പറയുന്ന ഒടുവിലത്തെ പ്രയോഗം ശ്രദ്ധിക്കണം. നിങ്ങളതിൻ്റെ താഴേക്കുള്ള ഒഴുക്കൊന്ന് പരിശോധിക്കണം. അപ്പോൾ അന്ത്യകാലഘട്ടത്തിലെ ജയാളികളുടെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാം. പെട്ടെന്ന് വാക്യങ്ങളിലേക്കൊന്ന് വന്നാട്ടെ. സഭയുടെ രോഗം എവിടെയാണ് തുടങ്ങുക? വായിച്ചാട്ടെ, 2-4 വാക്യം. പെട്ടെന്ന് മൈക്രോഫോണിലൂടെ ഒന്ന് ശാന്തമായി വായിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയും നോട്ട് ചെയ്യുകയും ചെയ്യുക. വായിച്ചാട്ടെ പെട്ടെന്ന്. സഭയുടെ രോഗം തുടങ്ങുന്നു. ഒരു സഭയ്ക്കകത്ത് രോഗം തുടങ്ങുന്നു. ആദ്യ സ്നേഹം സഭ നഷ്ടപ്പെടുത്തുന്നു. എന്താണ് ആദ്യ സ്നേഹം? വിവാഹം കഴിച്ച പ്രാരംഭ സമയം ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹത്തിൻ്റെ, അല്ലെ ഭാര്യയ്ക്ക് ഭർത്താവിനുള്ള സ്നേഹത്തെയാണ് ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. വിവാഹം കഴിച്ച പ്രാരംഭ സമയത്തെ സ്നേഹവും ഇപ്പോഴത്തെ സ്നേഹവും എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ, ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയം, ജനിച്ചു കഴിഞ്ഞാൽ സ്കൂട്ടർ കൊണ്ട് കാർ പോർച്ചിൽ നിർത്തുമ്പോൾ ആദ്യം ഓടി ഇറങ്ങി വരിക കുഞ്ഞായിരിക്കും. അപ്പോൾ തള്ള പുറകെ വരുന്നുണ്ടെങ്കിലും കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോട്ടം പോയിട്ടേ തള്ളയുടെ മുഖത്തേക്ക് നോട്ടം പോകൂ. 2-3 ആയി കഴിയുമ്പോൾ ആദ്യം ഇളയതിൻ്റെ മുഖത്തോട്ട് നോക്കും, പിന്നെ അതിൻ്റെ മുകളിലെത്തേതിൻ്റെ മുഖത്തോട്ട്, പിന്നെ അതിൻ്റെ മുകളിലെത്തേതിൻ്റെ മുഖത്തോട്ട്, അവസാനം അമ്മയുടെ മുഖത്തേക്ക്. ശ്രദ്ധിക്കണേ, ആദ്യ സമയം അവന് വേണ്ടി ഭക്ഷണം ഒരുക്കി, അവന് വേണ്ടി വസ്ത്രമലക്കി, അവന് വേണ്ടി രാവേറെ ആയാലും കാത്തിരുന്നു. പാതിരാത്രിയിൽ വന്ന് കതകിന് മുട്ടുന്ന സമയം DNA ടെസ്റ്റ് നടത്തിയിട്ടല്ല കതക് തുറന്നു കൊടുക്കുന്നത്. കേട്ടാൽ ഉടനെ ആരാ, ഞാനാ, ഇത്രയും മതി, കതക് തുറക്കും. അത്ര വൈകാരിക ബന്ധമായിരുന്നു.
വർഷം 10-25 പിള്ളേർ 2-3 ഇപ്പോഴും കതക് തുറക്കുന്നുണ്ട്, ഇപ്പോഴും അലക്കുന്നുണ്ട്, ഇപ്പോഴും വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ തുടക്ക സമയത്ത് ഇത് സ്നേഹത്തിൻ്റെ പ്രേരണയിൽ ചെയ്തു. ഇത് ഗതികേടിൻ്റെ ഈ ഒറ്റത്തടിപ്പാലത്തെ കയറിപ്പോയത് കൊണ്ട് ചെയ്യുക. അങ്ങനെ തുടക്ക കാലഘട്ടത്തിൽ ചെയ്തത് സ്നേഹമായിരുന്നു പ്രേരണ. ഇപ്പോൾ ചെയ്യുന്നത് കടപ്പാടായിപ്പോയി പ്രേരണ. ഓർക്കുക, രോഗം സഭയ്ക്കകത്ത് തുടങ്ങി. ആദ്യ സ്നേഹം സഭയിൽ കുറഞ്ഞു. ഇനിയും ക്യാൻസറിൻ്റെ ഒക്കെ 2ാം സ്റ്റേജ് എന്ന് പറയുന്നത് പോലെ സഭയുടെ രോഗാവസ്ഥയുടെ 2ാം സ്റ്റേജ് 14-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോലവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ. ഒന്നാമത്തേത് സ്നേഹം സഭയിൽ കുറഞ്ഞു. 2ാമത്തേത് വിശ്വാസത്യാഗത്തിന്റെ ഭാഗമായി ലോകമയത്വം. ബിലയാമിന്റെ ഉപദേശം എന്താണെന്നൊന്നും വിശദീകരിക്കാൻ നേരമില്ല. ലൈംഗിക അരാജകത്വം ഉൾപ്പെടെ സഭയ്ക്കകത്ത് കയറിപ്പറ്റി ലോകമയത്വം സഭയിൽ കയറി. ക്രമേണ നിക്കോ ലാവോസ് എന്ന നിക്കോ ജനം ലാവോസ് അധികാരം, നിക്കോ ജനം ലാവോസ് അധികാരം, ജനത്തിൻ്റെ മേൽ ഉള്ള അധികാരം, ആത്മീയ ശുശ്രൂഷകളെ അധികാരത്തിൻ്റെ പേരിൽ ഏറ്റുമുട്ടൽ പ്രക്രിയയായി മാറി. സഭ ജനാധിപത്യ വ്യവസ്ഥയിൽ അധികാരം പങ്കുവെക്കലിലേക്ക് മാറി. ആദ്യ സ്നേഹം കുറഞ്ഞു. 2ാം തലം സഭ അധികാരം പങ്കുവെക്കലിലേക്ക് എത്തി. രോഗം 2ാം ഘട്ടത്തിലേക്ക്. ഒന്ന് പറഞ്ഞേ, 20ാമത്തെ വാക്യം പെട്ടെന്ന്. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ കണ്ടോ? മ്ലേച്ഛത പട്ടാപ്പകൽ പച്ചയ്ക്ക് നടക്കുമ്പോഴും വിശുദ്ധമല്ലാത്ത കൃപാവരങ്ങളുടെ ദുരുപയോഗങ്ങൾ സഭയ്ക്കകത്തുയർന്നു. എന്തിന്? പാപത്തിനും തെറ്റിനും സഭ കണ്ണടയ്ക്കാൻ തുടങ്ങി. 3ാം ഘട്ടത്തിലേക്ക് സഭയുടെ രോഗം നീറുന്നു. വിശുദ്ധിക്ക് വേണ്ടി തിരുത്തൽ ശക്തിയായി നിൽക്കേണ്ട സഭ പച്ചയ്ക്ക് തെറ്റിന് കണ്ണടയ്ക്കുന്നു. 3ാം ഘട്ടത്തിൽ സഭ എത്തിക്കഴിഞ്ഞു. ഇനി വായിച്ചാട്ടെ, അതിൻ്റെ ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ വാക്യം. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രം ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അതാ 4ാം ഘട്ടത്തിൽ സഭ വരുന്നു. പേരിൽ ജീവനുണ്ട്, നേരിൽ ജീവനില്ല എന്ന് പറഞ്ഞാൽ മൂടിവെച്ച കപടഭക്തി ആത്മീയതയെ സഭ അഭിനയമാക്കുന്നു. സ്തോത്രം. 1ാം ഘട്ടം നോക്കുക, സ്നേഹം കുറയുന്നു. 2ാം ഘട്ടം അധികാരം സഭയിൽ പങ്കുവയ്ക്കപ്പെടാൻ മത്സരം ആരംഭിക്കുന്നു. 3ാം ഘട്ടം അശുദ്ധിക്ക് സഭ കണ്ണടയ്ക്കുന്നു. 4ാം ഘട്ടം സഭ കപടഭക്തിയിലേക്ക് നീങ്ങുന്നു, പരീശഭക്തിയിലേക്ക് നീങ്ങുന്നു. 5ാം ഘട്ടം നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അല്ലായകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണുകളയും, ഛർദ്ദിച്ചു കളയപ്പെടുന്നു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, ഈ സമയത്ത് IPC, ചർച്ച് ഓഫ് ഗോഡ്, ശാരോന, ദീപന്തിക്കോസ്, ഫ്രീ പെന്തിക്കോസ്, കാൽവറി, കല്ലുമല, നെല്ലിക്കാച്ചാക്കിൻ്റെ കുത്തഴിച്ചു വിട്ടതുപോലെ ഈ സംഘടനകൾ ഏതുമാകട്ടെ, എനിക്ക് കൂറ് ജനിച്ചു വളർന്ന എൻ്റെ സമൂഹത്തോടല്ല, എൻ്റെ നാഥനോടാണെങ്കിൽ, യേശുവിൻ്റെ സാന്നിധ്യം അകത്തുണ്ടെങ്കിൽ ഞാനും അകത്തുണ്ട്, എൻ്റെ നാഥൻ പുറത്താണെങ്കിൽ ഞാനും പുറത്തായിരിക്കും എന്ന് പറയത്തക്ക വിധത്തിൽ ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു ജയാളിയുടെ സംഘത്തെ ദൈവസഭയ്ക്കകത്ത് അന്വേഷിക്കുകയാണ്. ഇന്ന് കരമുയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പാപത്തിൻ്റെ ഒഴുക്കിനൊത്തൊഴുകിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറയ്ക്ക് നടുവിൽ എനിക്ക് ലോകത്തിനെതിരെ നിൽക്കണമെന്ന് കൊതിക്കുന്ന ദൈവമക്കളായി ഇരിക്കുന്ന ഇരിപ്പിൽ ഈ യുഗത്തിൻ്റെ അന്ത്യത്തിൽ ദൈവപുത്രൻ ഛർദ്ദിച്ചു കളഞ്ഞ ഒരവശിഷ്ടത്തിൻ്റെ ഭാഗമായി പാരമ്പര്യത്തെ കടിച്ചു തൂങ്ങി നിൽക്കാനല്ല ഞാൻ വിളിക്കപ്പെട്ടത്. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും പിടിച്ച പ്രമാണത്തിന് വേണ്ടി നാഥൻ സഭയ്ക്ക് പുറത്താണെങ്കിലും അവനോടൊപ്പം പുറത്തു തന്നെ ആയിരിക്കട്ടെ എന്ന്
പറയത്തക്ക വിധം ഒരു പറ്റം വ്യക്തികളുടെ മേൽ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. യേശുവിനോടുള്ള സ്നേഹത്താൽ എരിയുന്ന സഭ, യേശുവിനോടുള്ള സ്നേഹത്താൽ എരിയുന്ന സഭ, സഹോദരങ്ങളോടുള്ള ആത്മബന്ധത്താൽ എരിയുന്ന സഭ, പാപത്തെ തുറന്ന് ശാസിക്കുന്ന സഭ, അശുദ്ധിക്കെതിരെ നിൽക്കുന്ന സഭ, ജഡത്തെ ക്രൂശിക്കാൻ നിരന്തരം പ്രസംഗിക്കുന്ന സഭ, യേശുവിനെ പോലെ ജയാളിയായി പുറത്തു വരുന്ന സഭ. ഇന്ന് രാത്രി അങ്ങനൊരു സമൂഹത്തെ പണിതെടുക്കാൻ ദൈവം സഭയ്ക്കകത്ത് ആഗ്രഹിക്കുന്നു. ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തലമുറയുടെ ഒഴുക്കിനെതിരെ യുഗാന്ത്യകാലത്തെ ജയാളിയായി എനിക്ക് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ സഭയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗമായി നമ്മളത് മനസ്സിലാക്കണം. ഇത് യുഗാന്ത്യത്തിലെ സഭയാണ്. നമുക്ക് ഈ ചിത്രീകരണങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ഈ ചിത്രീകരണങ്ങളിൽ ആത്മീയ പോരാട്ടത്തിൻ്റെ നേർചിത്രമാണ്. ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പൈതൃക സ്വഭാവമുള്ള 8 പാപങ്ങൾ. ഒന്ന്, എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് പറഞ്ഞാട്ടെ, നിങ്ങളുടെ മനസ്സിൽ ഇതൊന്ന് പതിയട്ടെ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. ഒന്ന്, നിഗളം, സ്തോത്രം, മയിൽ പ്രതീകമാണ്. 2, അശുദ്ധി, ആട്ടുകൊറ്റൻ പ്രതീകമാണ്. എന്ന് പറഞ്ഞാൽ ലൈംഗിക രാജകത്വം. ഒരു പാപം അതിൽ തന്നെ അവസാനിക്കാതെ നിരവധി പാപങ്ങളെ ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പാപത്തെ പിതൃപാപം എന്ന് പറയാം. അത്തരം സ്വാധീനമുള്ള 8 പ്രധാനപ്പെട്ട പാപങ്ങൾ. മറ്റൊന്ന്, ലൗകികാഹ്ലാദം. സ്തോത്രം, വിശദീകരിക്കാൻ ഒത്തിരിയുണ്ട്. ലൗകികാഹ്ലാദം. മറ്റൊന്ന്, അലസത. സ്തോത്രം, ഞായറാഴ്ച രോഗം എന്നൊരു പ്രത്യേക രോഗം ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച രോഗത്തിന് പ്രത്യേകതയുണ്ട്. യോഗം 10 മണിക്കാണ് തുടങ്ങുന്നതെങ്കിൽ 10 മണി വരെ ഈ പ്രതിക്ക് പ്രത്യേക പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ 9:30 കഴിയുമ്പോൾ ഒരു ചെറിയ അസ്വസ്ഥത, ശാരീരികമായി ചെറിയ വലിവ്, കിടക്കണം എന്നൊരു മോഹം, അത്ര സുഖമില്ല, ഇടയ്ക്കിടയ്ക്കൊരു കുത്തി ചുമ, ഉദര സംബന്ധമായി പ്രശ്നമൊന്നുമില്ല, വാരി വലിച്ച് എത്ര കഴിച്ചാലും ദഹനപ്രക്രിയയ്ക്കും പ്രശ്നമൊന്നുമില്ല. ഏതാണ്ട് 1 മണി വരെ ഈ രോഗം നീളും. പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു കഴിയുമ്പോൾ രോഗം തീരും. ഇങ്ങനെയുള്ള രോഗം കൂടുതലുള്ള ചില ആളുകൾ ആത്മലോകത്തിലുമുണ്ട്. ഞാനൊരു വസ്തുത പറയാം. അതിൻ്റെ അർത്ഥം നിന്റെ ആത്മീയ ജീവിതത്തിൽ അലസത എന്ന ആമയുടെ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞു. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടക്കാൻ പോരാടുന്ന ഒരുവൻ ആത്മീയതയെ ആവോളം സ്നേഹിക്കാൻ കഴിയണം. എങ്ങനെയായിരുന്നാലും ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ഹൃദയമുണ്ടോ, അത് നീ നിത്യതയ്ക്കായി ഒരുങ്ങുന്ന ദൈവപൈതലാണ് എന്നതിൻ്റെ ലക്ഷണമാണ്. മറ്റൊന്ന്, കോപമാണ്. ദൈവത്തിന് സ്തോത്രം. വിശദീകരിക്കാൻ ഒത്തിരി സമയത്തിനനുസരിച്ച് പറയാം. മറ്റൊന്ന്, അസൂയയാണ്. ഏദൻ പറുദീസയിൽ ഒരു കുടുംബം സംതൃപ്തിയോടെ കഴിയുന്നത് കണ്ടിട്ട് അതിനോടൊട്ടും താല്പര്യമില്ലാതെ പാമ്പിൻ്റെ രൂപത്തിൽ അകത്ത് കയറിയ സാത്താനിൽ വ്യാപരിച്ച ആ പാപത്തിൻ്റെ പിതൃപാപം. ഇനി മറ്റൊന്ന്, അത്യാഗ്രഹമാണ്. ചില പ്രത്യേകതരം തവളയുണ്ട്, ചില പ്രത്യേകതരം ഉറുമ്പിനോട് ഭയങ്കര കൊതിയാണ്. ഇതിനെ സംബന്ധിച്ച് പറയുന്നത്, ഉറുമ്പിനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം വയറ്റിൽ ഉറുമ്പ് ചെന്നിട്ട് ഉദരഭാഗത്തുകൂടെ ഇത് ദ്വാരമുണ്ടാക്കി പുറത്തേക്ക് പോകും. പക്ഷേ ഈ ഉറുമ്പിൻ്റെ ടേസ്റ്റിൽ ഒരു പ്രത്യേക മാധുര്യമുള്ളത് കൊണ്ട് തിന്നോണ്ടേയിരിക്കും. അപ്പോഴേക്കും മറുവശത്തൂടെ ഉദരം പിളർന്ന് ഈ ഉറുമ്പ് പോയിക്കൊണ്ടേയിരിക്കും. അവസാനം കാറ്റ് പോകുമ്പോഴേ കാര്യം മനസ്സിലാകത്തുള്ളൂ. ഇതുപോലെ എത്ര കിട്ടിയാലും, ഭൗതികത വെട്ടിപ്പിടിച്ചാലും, തട്ടിപ്പറിച്ചാലും, പറ്റിച്ചെടുത്താലും ഒരു തൃപ്തിയുമില്ലാത്ത ആത്മീയത. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ ബാക്കി എന്ന് പറഞ്ഞേ, അത് മതി എന്ന് വയ്പ്പീൻ. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന യുവക്കളോട് പറയാം, നിലവിലുള്ള അവസ്ഥയിൽ നീ സംതൃപ്തനാകാതെ ഭൗതികതയ്ക്ക് വേണ്ടി അടങ്ങാത്ത ഒരു കൊതി നിന്നെ ഭരിക്കുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ആത്മാവാണ്. അതിനെ ജയിക്കാൻ കഴിയണം. അത് അത്യാർത്ഥിയാണ്. മറ്റൊന്ന് ഫോഷ്കാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കർത്താവ് വന്നാൽ ന്യായാസനത്തിന് മുൻപിലേക്ക് വിളിക്കുമ്പോൾ, മോനെ സിയോൻ ഗീതാവലിയുമായിട്ട് വാടാ എന്നല്ല പറയാൻ പോകുന്നത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഒരു വർഷത്തെ പ്രതിവർഷ വരുമാനം എത്ര? സ്തോത്രം. റേഷൻ കാർഡിൽ വെച്ചിരിക്കുന്ന എത്ര? മോനെ കൊണ്ടുവാടാ റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഗതി? ഞാൻ കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തുന്നില്ല.
ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ രംഗം എല്ലാം സർവശക്തന്റെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഈ ചിത്രീകരണത്തിനകത്ത് അടുത്ത ചില ചിത്രീകരണങ്ങളുണ്ട്. ഒന്ന് നക്ഷത്രമാണ്. നിങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ പ്രത്യേക രംഗം കാണാം. സ്തോത്രം. നക്ഷത്രം എന്ന് പറയുന്നത് മനുഷ്യ മനസാക്ഷിയാണ്. മനുഷ്യ മനസാക്ഷി. നിങ്ങൾക്കറിയാമോ, നിങ്ങളിൽ തന്നെ നിങ്ങളെ വിധിക്കാൻ തക്കവണ്ണം ദൈവം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന കാർഡ്സ് വാച്ചിന്റെ ബാറ്ററി പോലെയുള്ളൊരു സംവിധാനമാണ് മനസാക്ഷി. സ്തോത്രം. മനസാക്ഷി അതിൽ തന്നെ വിശുദ്ധമല്ലെങ്കിലും പരിശീലിപ്പിക്കപ്പെടുന്നതനുസരിച്ച് മനസാക്ഷി അശുദ്ധമാകുമെങ്കിലും മനസാക്ഷി ഒരു ദൈവശബ്ദമായി വ്യക്തിയിൽ മുഴങ്ങും. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണേ. അന്തിമ വിധി ദിനം നമ്മെ വിധിക്കാൻ ആന്തരികമായി സർവശക്തനെടുക്കുന്ന പ്രധാനപ്പെട്ട പ്രൂഫ് റോമാലേഖനം 2-ാം അധ്യായത്തിന് 16-ാം വാക്യം നോട്ട് ചെയ്താൽ മതി. എഴുതിയിരിക്കുന്നത് എന്താ? അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു, തമ്മിൽ പ്രതിവാദിക്കുകയോ ചെയ്തുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ മനസാക്ഷി മനസ്സിനകത്ത് വ്യക്തിക്കെതിരെ സജ്ജമായി ദൈവശബ്ദമായി മുഴങ്ങും. നിങ്ങൾക്കറിയാമോ, ഫ്ലൈറ്റ് ക്രാഷ് ആകുമ്പോൾ അന്വേഷിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്. അതിൻ്റെ പേരെന്നാ? ഹലോ, അതിൻ്റെ പേരെന്നാ? ബ്ലാക്ക് ബോക്സ്. കണ്ടിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. ബ്ലാക്ക് ബോക്സ് നേരിട്ട് കണ്ടിട്ടുള്ളവർ ഒന്ന് കൈ ഉയർത്തിക്കേ. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഞാൻ നേരിട്ട് ഇംഗ്ലണ്ടിൽ നിരവധി ഫ്ലൈറ്റുകളുടെ തകർച്ചയിൽ 1-2 ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ഫ്ലൈറ്റുകളുടെ ബ്ലാക്ക് ബോക്സുകൾ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കളർ എല്ലാം ചുവപ്പ് കളറാണ്. ബ്ലാക്ക് ബോക്സ് എന്ന് പേര് വരാനുള്ള കാരണം എന്നറിയാമോ? കറുത്ത ആശയങ്ങൾ അല്ലെങ്കിൽ അറിവുകളാണ് ഇൻഫർമേഷൻ അതിനകത്തുള്ളത്. തകർച്ചയുടെ രംഗത്തെ ഇൻഫർമേഷൻ. ആ കോക്പിറ്റിൽ നിന്ന് പുറത്തേക്ക് പോയ ഒടുവിലത്തെ സന്ദേശം എന്തായിരുന്നു? അവസാനമായി അകത്തോട്ട് കയറി വന്ന സന്ദേശം എന്തായിരുന്നു? ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിനകത്ത്? ബ്ലാക്ക് ബോക്സിനകത്ത്. അങ്ങനെയാണെങ്കിൽ അന്തിമ വിധി ദിനം എന്നെയും നിന്നെയും വിസ്തരിക്കാൻ തമ്പുരാൻ രംഗത്ത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസാക്ഷി ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയും. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, നാർക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കുറ്റാന്വേഷണ വിഷയമുണ്ട്. ഇന്നേക്ക് 2 പതിറ്റാണ്ടുകൾക്ക് പുറകിൽ കോട്ടയം പയസ്റ്റൻ്റേത് കോൺവെന്റിന്റെ താഴത്തെ അടുക്കള മുറിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി പറയാൻ എന്നെ കൊണ്ട് നിർവാഹമില്ല. സ്തോത്രം. കാരണം 4 പേര് കൂടിയാൽ ഏത് വിശുദ്ധനെയും ഇവിടെ അശുദ്ധനാക്കാം. 4 പേര് കൂടിയാൽ ഏത് അശുദ്ധനെയും ഇവിടെ വിശുദ്ധനാക്കാം. സ്തോത്രം. മാടത്തരുവിക്കുലക്കേസ് മറിയാമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ കൊന്ന കൊലക്കേസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു റബ്ബറിൻ തോട്ടത്തിലാണ് ഈ സ്ത്രീയെ കൊന്നിട്ടത്. സ്തോത്രം. ജംഗ്ഷനിൽ വന്നു നിന്ന ഒരു പുരോഹിതനെ വിളിച്ചുകൊണ്ടുപോയി സാക്ഷിയാക്കി ചെയ്യാത്ത കുറ്റത്തിന് ആരോപണ വിധേയനാക്കിയ രംഗം ഒക്കെ നിങ്ങൾക്കറിയാം. ഒരു കുടുംബം നടത്തിയ ക്രൂര തന്ത്രങ്ങളുടെ ചുരുളഴിയുമ്പോൾ ഇതിന് മുഖാന്തരമായൊരു ഡോക്ടറിൻ്റെ കുടുംബം പിന്നീട് അനുഭവിച്ച കൊടിയ ശാപത്തിൻ്റെ കൂടിപ്പകർച്ചയിൽ അവസാനം ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും ചെന്ന് കോൺവെന്റിൽ ഈ മനുഷ്യനെ കണ്ട് കാലിൽ വീണ് ക്ഷമ ചോദിക്കുന്ന സമയം പത്രക്കാർ എഴുതിയ ചില വാർത്തകളുണ്ട്. അപ്പോൾ ഇവിടെ എന്തും ആരെക്കുറിച്ചും പറയാം. എന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ കോട്ടയം പയസ്റ്റൻ്റേത് കോൺവെന്റിന്റെ താഴത്തെ അടുക്കള മുറിയിൽ സിസ്റ്റർ സെബിയും 2 പുരോഹിതന്മാരും എന്താണ് ചെയ്തത്? അപ്പയെ എങ്ങനെയാണ് കൊന്നത്? അടയ്ക്കാരാജു എന്ന ആ പെരും കള്ളന്റെ മൊഴിയാണോ യഥാർത്ഥത്തിൽ മൊഴി? പക്ഷേ നിങ്ങൾ യൂട്യൂബിൽ പരതണം. അതിനകത്ത് ഇന്നും കിടപ്പുണ്ട് നാർക്കോ അനാലിസിസിന്റെ തെളിവ്. സോഡിയം പെന്റത്തോളിൻ എന്നാണ് എൻ്റെ ഓർമ്മ, ഒരു പ്രത്യേകതരം മരുന്ന്. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പരു ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടറിൻ്റെ അടുക്ക ചെന്നു. ഡോക്ടറിൻ്റെ അടുക്ക ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നാളെ രാവിലെ വരണം, ഒന്നും കഴിക്കാതെ ഇഞ്ഞ് വരണം. അങ്ങനെ ഒന്നും കഴിക്കാതെ ചെല്ലാൻ ക്രമീകരിച്ചു പോന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പരു ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം അവിടെ ചെന്നു. ഡോക്ടർ കയറ്റി കിടത്തി. ദൈവത്തിന് സ്തോത്രം. മയക്കുമരുന്നിൻ്റെ ഭാഗമായി ഇത് കുത്തിവെക്കാൻ തുടങ്ങുകയാണ്. നമുക്കറിയാമല്ലോ, മയക്കാൻ തുടങ്ങുമ്പോൾ, സഡേഷൻ നൽകാൻ തുടങ്ങുമ്പോൾ ഡോക്ടർമാർ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു മരുന്ന്. അതിനിടയ്ക്ക് ഇദ്ദേഹം പാതി മയക്കത്തിലേക്ക് പോയി. മയക്കത്തിലേക്ക് പോയപ്പോൾ അങ്ങോട്ട് ചോദിച്ചു, രാവിലെ വല്ലതും കഴിച്ചിരുന്നോ?
തിരിച്ചിങ്ങോട്ട് ശാന്തമായി മറുപടി പറഞ്ഞു, ചപ്പാത്തിയും മീൻ കറിയും കഴിച്ചു. അപ്പോൾ ഡോക്ടർക്ക് ഒരു കാര്യം മനസ്സിലായി, എടാ ഈ സാധനം അകത്ത് ചെന്നാൽ കള്ളമില്ലാതെ സത്യം തുള്ളി തുള്ളിയായി പുറത്തു വരും. അതൊടുവിൽ കുറ്റാന്വേഷണ മേഖലയിൽ ഉപയോഗിച്ചു. അത്ഭുതകരമായിരുന്നു. പ്രതിയെ സഡേഷന് വിധേയമാക്കി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ നെറ്റിൽ പരതിയാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം. സ്തോത്രം. ഫാദർ പിതൃക്കലിന്റെ മറുപടി എങ്ങനെയായിരുന്നു അടിച്ചത്? ചുറ്റിക കൊണ്ടായിരുന്നു. എവിടായിരുന്നു? പിൻഭാഗത്തായിരുന്നു. കൃത്യമായി മനസാക്ഷി സജീവമാകുമ്പോൾ പച്ചക്കള്ളമായി പറയാൻ ആഗ്രഹിച്ചതുപോലും പച്ച സത്യമായി പറയത്തക്ക വിധം ഒരു മനസാക്ഷി അകത്ത് സജീവമായിട്ടുണ്ട്. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയണം, കൊടും പാതകം ചെയ്യാൻ കരുതിക്കൂട്ടി കരുനീക്കിയാലും നീ ചെയ്യുന്ന സകല കള്ളത്തരവും എന്താണെന്ന് നിനക്കെതിരെ ദൈവസന്നിധിയിൽ വാദിക്കാൻ നിന്റെ അകത്തൊരു മനസാക്ഷി സജീവമായി നിൽപ്പുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ നിനക്കെതിരെ വാദിക്കും. സ്തോത്രം. അവസാനത്തെ രംഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്തോത്രം, ദൈവത്തിൻ്റെ ദൃഷ്ടികളാണ്. അത് സകലത്തെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ മറ്റൊരാളിനോടുള്ള പക തീർക്കാൻ നടത്തിയ ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് ഇതുപോലുള്ള ടെസ്റ്റുകളും മറ്റും ഇല്ലാത്തൊരു കാലം. അയാളെ കൊല്ലാൻ തീരുമാനിച്ച് പട്ടണത്തിൽ കടയടച്ചിട്ട് പോകുന്ന സമയം ഒരു നിഴൽ പോലെ ഇദ്ദേഹത്തിൻ്റെ പുറകിൽ യാത്രയായി. ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വന്നപ്പോൾ സ്തോത്രം, ഒറ്റ കുത്തിന് ഇദ്ദേഹത്തെ താഴേക്കിട്ടു. വീണ്ടും കുത്തി. വെള്ളം 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 എന്ന് അലച്ചപ്പോൾ അവിടെ കിടക്കുന്ന ഒരു പിടി പൂഴിമണ്ണ് വാരി ഈ കൊലയാളി ഈ മനുഷ്യൻ്റെ വായ്ക്കകത്ത് ശബ്ദം വരാതിരിക്കാൻ കുത്തിത്തിരികെ കയറ്റി വെച്ചു. എന്നിട്ട് കത്തി ഊരിയപ്പോൾ ദേഹത്തെല്ലാം ചോര തെറിച്ചു. നേരെ മതിൽ ചാടി അകത്തോട്ട് കയറി. മുകളിൽ ഒരു വീടുണ്ടായിരുന്നു. വീടിൻ്റെ തൊട്ട് താഴത്തെ വിറകുപുരയായിരുന്നു. ആ വിറകുപുരയിലേക്ക് ചെന്നപ്പോൾ ഡ്രസ്സ് ഉണങ്ങാനിട്ടിരിക്കുന്നു. തൻ്റെ ചോര പുരണ്ട കത്തിയും ഡ്രസ്സും ചോര തെറിച്ച് നിൽക്കുന്ന ഡ്രസ്സുമെല്ലാം ഊരി വിറകുപുരയുടെ വിറക് കെട്ടുകൾക്കിടയിൽ കുത്തിത്തിരുകി കയറ്റി വെച്ചിട്ട് അവിടെ കിടന്ന ഡ്രസ്സ് എടുത്ത് ധരിച്ചുകൊണ്ട് താഴത്തെ ഒലിപ്പ് തോട്ടിലിറങ്ങി കൈയും മുഖവും കഴുകി അക്കരെ കയറി രക്ഷപ്പെട്ടു. രാവിലെ പാലുകാർ വന്നപ്പോൾ വെളുപ്പാങ്കാലത്ത് നോക്കിയപ്പോൾ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. അതും വായിൽ മണ്ണ് കടിച്ചു പിടിച്ചുകൊണ്ട് ചോരയിൽ കുളിച്ചൊരു മനുഷ്യൻ. അലറി. പോലീസും അധികാരികളും ഒക്കെ ഓടിയെത്തി, നാട്ടുകാർ ഓടിയെത്തി. സ്തോത്രം. നടന്ന സംഭവം, ഇരു കരകളും നിറഞ്ഞ് നാട്ടുകാർ നിൽക്കുകയാണ്. പോലീസ് അവിടെ മുഴുവൻ ബന്ദ് ചെയ്ത് കഴിഞ്ഞു. സ്തോത്രം. ഒടുവിൽ പോലീസ് നായി സ്ഥലത്ത് വന്നു. ജീപ്പിൽ നിന്ന് പോലീസ് നായി രംഗത്തേക്ക് ഇറങ്ങി. എല്ലാവരും നോക്കി നിൽക്കുന്ന സമയം തൊട്ട് മുകളിലത്തെ ഒരു ചെറുപ്പക്കാരൻ ഗ്രഹനാഥൻ ഉൾപ്പെടെ നോക്കി നിൽക്കുകയാണ്. പോലീസ് നായ നേരെ ഈ ബോഡിയിൽ ഒന്ന് മണം പിടിച്ചു. സെക്കൻഡ് കൊണ്ട് പോലീസ് മതിൽ ചാടി നേരെ വിറക് പെരയിലോട്ട് കയറി. എന്നിട്ട് എന്ത് ചെയ്തു? വിറക് കെട്ടുകൾക്കിടയിൽ തിരികെ വച്ചിരിക്കുന്ന ചോരയും ചോര പുരണ്ട കത്തിയും ഡ്രസ്സും കടിച്ചു വലിച്ചു പുറത്തെടുത്തു. നാട്ടുകാരെന്ത് പറഞ്ഞെന്നറിയാമോ? പ്രതി കള്ളൻ കപ്പലിൽ തന്നെ, മറ്റാരുമല്ല, ഈ വീട്ടുകാരനാണ് പ്രതി. ഇന്നത്തെ പോലെയുള്ള അന്വേഷണങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഗ്രഹനാഥരെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ മർദ്ദിച്ച് പോലീസ് ജീപ്പിലേക്ക് അന്ന് പോലീസ് കയറ്റുമ്പോൾ രണ്ട് കൈയും മലത്തി പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ തൻ്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും നാട്ടുകാരുടെയും മുൻപിൽ പറഞ്ഞു, ഞാനല്ല, 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 ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഇതിവിടെ നടന്ന സംഭവമാണെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടികൾ മുഴുവൻ CC ക്യാമറയേക്കാൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അന്തിമ വിധി ദിനം ഇത് പച്ചയ്ക്ക് വെളിപ്പെടുന്ന ഒരു ദിവസം വരുന്നു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരമുയർത്തി പറയണം. ഇത് സാധാരണ കണ്ണുകളല്ല, സർവശക്തന്റെ കണ്ണുകൾ സകല പ്രവർത്തികളെയും നന്നായി കണ്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. തീർന്നിട്ടില്ല. ഇതാ മനുഷ്യഹൃദയത്തെ ചുറ്റിപ്പറ്റി ഇന്നും ദൈവസ്നേഹം നിലകൊള്ളുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രതീകമായി ദൈവത്തിൻ്റെ ദൂതൻ നിലകൊള്ളുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായി പ്രാവ് നിലകൊള്ളുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു പാപിയുടെ മനോനില. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ വീണ്ടും ജനിച്ചതാണോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മപരിശോധന ചെയ്യണം.
ഞാൻ വീണ്ടും ജനിച്ചതാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി, ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പോരാ, ചിറുള്ള ശബ്ദം ഉയർത്തി പറയണം. എന്താണ് വീണ്ടും ജനനം? എന്താണ് വീണ്ടും ജനനം? നിങ്ങൾ നോക്കുക, ഇവിടെ മനുഷ്യ ജീവിതത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഈ പാപ സ്വഭാവങ്ങൾ ആധിപത്യം പുലർത്തുന്നു. സ്വന്തം ശരീരത്തെ മോഹരൂപത്തിൽ പ്രദർശിപ്പിക്കാൻ കൊതിക്കുന്ന, സ്തോത്രം, ഞാൻ മുൻപോർപ്പിച്ചിട്ടുള്ള ചിത്രീകരണത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള പ്രത്യേകമായ ചിത്രീകരണങ്ങളിലെ ആ പ്രൈഡ്, മർമ്മം, മഹതിയ ബാബിലോൺ. ഞാനിവിടെ ഒന്ന് പ്രസംഗിക്കുമ്പോൾ ഇന്നത്തെ പെന്തക്കോസ്ത് ഒത്തിരി മാറിപ്പോയി. ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു, ഇവിടെ ആഭരണമിടാത്ത സഹോദരിമാർ ഇവിടെ നിൽപ്പുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് ഒരു തലമുറ കൺഫ്യൂഷനിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ ഞാനൊരു വസ്തുത പറയാം, പിതാക്കന്മാർ പ്രസംഗിച്ച പ്രസംഗത്തിന് തെറ്റുപറ്റിയിട്ടില്ല. പാപത്തിന് അനുകൂലമായി ഒഴുകുന്ന ഈ തലമുറയ്ക്കാണ് തെറ്റുപറ്റിയത്. ലോകത്തിനെതിരെ, ജഡത്തിനെതിരെ വിശുദ്ധിക്ക് വേണ്ടി നിന്ന പിതാക്കന്മാരും മാതാക്കളും ഈ തലമുറയുടെ അടിത്തറയാണെങ്കിൽ, സ്വന്തം ശരീരത്തെ മോഹരൂപത്തിൽ അവതരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രൈഡാണ്, നിഗളമാണ്. അത് തള്ളപ്പെടുന്നതിന് മുൻപ്, സാത്താനാകുന്നതിന് മുൻപ് ദൂതനിൽ തുടങ്ങിയ പാപമാണ്. യേശുവിൻ്റെ രക്ഷാപ്രവൃത്തിയുടെ തുടക്കം താഴ്മയിലായിരുന്നെങ്കിൽ സാത്താന്റെ പതനത്തിന്റെ തുടക്കം ഉയർച്ചയിലായിരുന്നു. സ്വന്തം ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുന്ന ദൈവപൈതൽ വിനയത്തിൽ വെളിപ്പെടുന്ന ആത്മീയത പാലിക്കും. അതിന് വിപരീതമായത് പാപം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. നിഗളമാണതിൻ്റെ പുറകിൽ. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മയിൽ എന്ന ആ പ്രദർശന മോഹം മുതൽ, ആട്ടുകൊറ്റൻ എന്ന ലൈംഗികാസക്തി മുതൽ, പന്നി എന്ന അശുദ്ധി വെട്ടി വിഴുങ്ങാൻ ഉള്ള കൊതി മുതൽ, സ്തോത്രം, ആമ എന്ന അലസതയുടെ ആത്മാവ് മുതൽ, ക്രൗര്യഭാവത്തോടെ കടിച്ചു കീറുന്ന പുള്ളിപ്പുലിയുടെ സ്പിരിറ്റ് മുതൽ, ക്ഷിപ്രകോപം മുതൽ, അസൂയയുടെ സ്പിരിറ്റായ സർപ്പം മുതൽ, എന്തും പെട്ടെന്ന് വെട്ടിവിഴുങ്ങാൻ കൊതിക്കുന്ന ആർത്തിയുടെ ആത്മാവായ തവള മുതൽ ഹൃദയത്തെ ഭരിക്കുകയാണ്. പക്ഷേ ദൈവസ്നേഹം ഇതിന് പുറത്താണ്. പരിശുദ്ധാത്മാവിന് ഇതിനകത്ത് സ്ഥാനമില്ല. ദൈവത്തിൻ്റെ ദൂതൻ പുറത്താണ്. ഫോഷ്ടിൻ്റെ സ്പിരിറ്റ് ഈ ഹൃദയത്തെ ഭരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ വീണ്ടും ജനനം സംഭവിക്കുന്നു. എന്താ വീണ്ടും ജനനം? ദൈവവചനം എന്ന കെടാത്ത ബീജം ഹൃദയം വഴി ആത്മാവിൻ്റെ ഗർഭപാത്രത്തിൽ പതിക്കുമ്പോൾ പരിശുദ്ധ റൂഹ ഇതാ നിഴൽ മൂടി വ്യാപരിച്ചകത്തേക്ക് പറന്നു കയറുമ്പോൾ, ദൈവസ്നേഹം ഉള്ളിൽ കത്തി ജ്വലിക്കുമ്പോൾ, അകത്തെ അശുദ്ധി മുഴുവൻ പുറത്തേക്ക് പോകുമ്പോൾ, വചനം ഉള്ളിലേക്ക് പ്രവേശനം സിദ്ധിക്കുമ്പോൾ, മരണബോധ്യം എന്ന തലയോട്ടി കണ്ടോ ഇരിക്കുന്നേ ആ ദൂതന്റെ കയ്യിൽ, മരണബോധ്യം എന്ന അവസ്ഥ കയ്യെ ഭരിക്കുമ്പോൾ, ഇത് ജീവിതത്തെ ഭരിക്കുമ്പോൾ, ഞാൻ മരിക്കാനുള്ളവനാണ്, നിത്യതയാണ് വലുത് എന്ന ചിന്ത ഉള്ളിനെ ഭരിക്കുമ്പോൾ ആരംഭിക്കുന്നതാണ് ഒരു ഭക്തനിൽ വീണ്ടും ജനനം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എവിടെ നിന്ന് വന്നു? എന്തിനിവിടെ ആയിരിക്കുന്നു? എവിടേക്ക് പോകുന്നു? ദേഹി എവിടെ നിന്ന് വന്നു? എന്തിനിവിടെ ആയിരിക്കുന്നു? എവിടേക്ക് പോകുന്നു? ആത്മാവ് എവിടെ നിന്ന് വന്നു? എന്തിനിവിടെ ആയിരിക്കുന്നു? എവിടേക്ക് പോകുന്നു? ശ്രദ്ധിക്കൂ, ദേഹം മണ്ണിൽ തുടങ്ങി, മണ്ണിനെ കുറിച്ച് ബോധം നൽകി, മണ്ണിനാൽ പരിപോഷിപ്പിക്കപ്പെട്ട് മണ്ണിലേക്ക് മടങ്ങുന്നതാണ് ഈ ദേഹം. എന്നാൽ സർവശക്തനിൽ ആരംഭിച്ച് അവിടുത്തെ ഉച്ഛ്വാസശ്വാസത്താൽ ഉൾപ്രവേശിപ്പിക്കപ്പെട്ട് ദൈവത്തെക്കുറിച്ച് എനിക്ക് ബോധം നൽകി മരിക്കുമ്പോൾ ദൈവത്തിങ്കലേക്ക് മടങ്ങുന്നതാണ് ആത്മാവ്. ബുദ്ധി, ഇച്ഛ, വികാരം, ചിന്ത, തീരുമാന ശക്തി ഇവയുടെ ഇരിപ്പിടമാണ് എൻ്റെ ദേഹി. അങ്ങനെയുള്ള എൻ്റെ ദേഹി ഞാൻ മുൻപേ പറഞ്ഞ പാപ സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സ് വാണുകൊണ്ടിരിക്കുമ്പോൾ ഏതനിൽ സംഭവിച്ച പ്രക്രിയ നിങ്ങൾ തിരിച്ചറിയണം. എന്താ ഏതിന് സംഭവിച്ചത്? ദേഹം പാപത്താൽ ബലഹീനമായി, ദേഹി പാപത്താൽ വഷളായി, ആത്മാവ് പാപത്താൽ ചത്തു. മനുഷ്യ, നീ ജനിക്കുന്നത് ഇങ്ങനെ. എങ്ങനെ? ബലഹീനമായ ദേഹം, വഷളായ ദേഹി, മൃതാവസ്ഥയിലായ ആത്മാവ്. എല്ലാവരും കൂടെ ചേർന്നെന്ന് പറയാമോ? എങ്ങനെ ജനിക്കുന്നത് നമ്മൾ? ബലഹീനമായ ദേഹം, പിന്നെ വഷളായ ദേഹി,
മൃതാവസ്ഥയിലായ ആത്മാവ്. ഞാൻ ചോദിക്കട്ടെ, വീട്ടിൽ പഴയ സ്റ്റേഫോൺ ഉപയോഗിക്കുന്ന സമയത്തെ വഴിയിൽ ലൈനിൽ പണി നടക്കുകയാണെങ്കിൽ ഇതെടുത്ത് ചെവിയിലോട്ട് ചേർത്ത് വെച്ചാൽ റിംഗ് ടൂൺ ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നൊരു ശബ്ദമുണ്ട്, എന്താ? ചത്തു. ഇതുപോലെ ആത്മാവ് ചത്തു. പിന്നെ ദേഹി കാമം, ക്രോധം, ലോഭം, മോഹം, മാദം, മാത്സര്യം, ഡംഭം, പൈശൂന്യം, ഈ സകല മ്ലേച്ഛ അധമ വികാരങ്ങളാൽ ഈ ദേഹി ബലഹീനമാണ്, വഷളാണ്. ശരീരം ബലഹീനമായി അതിൻ്റെ മരണം ആസ്വദിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വേദിയിൽ ക്രൂശ് ഉയർത്തപ്പെടുമ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ വഴിയിലത്തെ ടെലിഫോൺ ലൈൻ പ്രവർത്തകർ കണക്ട് ചെയ്യുമ്പോൾ വീട്ടിലത്തെ സ്റ്റേഫോണിൽ റിംഗ് ടൂൺ വരുന്നത് പോലെ കട്ടൻ കാപ്പിയിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ കാപ്പിയുടെ നിറം മാറുന്നത് പോലെ യേശു ക്രിസ്തുവിൻ്റെ ആന്തരിക ജനനം എൻ്റെ ഉള്ളിൽ നടക്കുന്ന വേളയിൽ എൻ്റെ കണ്ണ് നനഞ്ഞൊഴുകുമ്പോൾ എൻ്റെ അകത്ത് നടക്കുന്ന ഒരു ജനന പ്രക്രിയയുണ്ട്. അതാണ് ഞാൻ അനുഭവിച്ച വീണ്ടും ജനനം. അത് പ്രാപിച്ച ദൈവമക്കൾ പറയണം, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞു, ഞാൻ നിത്യതയ്ക്ക് അർഹനായി മാറി. ഓ രക്തത്താൽ ജയം. ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെ ഭക്തന്റെ ഹൃദയത്തിലെ പാപാസക്തികൾ പുറത്തു പോകുന്നു. സ്തോത്രം. സാത്താന്യ ശക്തിയും സ്വാധീന വലയങ്ങളും പുറത്താകുന്നു. ഇവിടെ പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും മനസാക്ഷി എന്ന നക്ഷത്രവും ദൈവസ്നേഹവും ആധിപത്യം പുലർത്തുമ്പോൾ പുറത്തുപോയ സാത്താൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കി അവസരം കാത്ത് പുറകിൽ കയറാൻ കാത്തിരിക്കുന്ന സമയം. പക്ഷേ അവൻ്റെ മുഖത്തേക്ക് നോക്കൂ, ആ മുഖം കവിൾത്തടങ്ങൾ നനയുകയാണ്. പാപബോധം നിമിത്തം കരയുന്നവൻ്റെ കണ്ണുകൾ കർത്തൃസന്നിധിയിൽ നിറഞ്ഞൊഴുകുകയാണ്. ശ്രദ്ധിക്കണേ, ജനക്കൂട്ടത്തിന് മധ്യത്തിൽ ഉയർത്തുന്ന ഗാനതല്ലജങ്ങളുടെ പശ്ചാത്തലത്തിൽ അനുതാപമില്ലാതെ ആരാധനയിൽ പങ്കെടുക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് നടുവിൽ നിത്യതയെ നോക്കിക്കൊണ്ട് സ്വന്തം ജീവിതത്തിലെ ചെയ്തികളോർത്ത് കരയാൻ കഴിയുന്ന വിധത്തിൽ കണ്ണ് നനയുന്നില്ലെങ്കിൽ നീ ആക്സിഡന്റ് പോണിലാണ്. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങൾ ഗൗരവത്തോടെ കാണണം, ഗൗരവത്തോടെ കാണണം. ഇതാ അടുത്ത സ്റ്റെപ്പ്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ തിരുവെഴുത്തിലേക്ക് വേഗം ഒന്ന് വരണം. ഞാൻ പെട്ടെന്ന് നിങ്ങളെ ആ ഭാഗത്തേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെയുള്ള ഒരു ഭക്തന്റെ ജീവിതം അത് സമൃദ്ധിയുടെ ജീവിതം അല്ല എന്ന് പറഞ്ഞാൽ അവൻ ഭൗതിക സമൃദ്ധിയെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചാട്ടെ, ഗലാത്യർ 2:20. പെട്ടെന്ന് പറഞ്ഞേ, ഗലാത്യർ 2:20. സ്തോത്രം. മക്കളെ, ഈ പ്രസന്റേഷൻ മാറ്റാതെ നിൽക്കട്ടെ, ബാക്കി വായിച്ചോളൂ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ. ആ വലത് കൈ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് പറയാമോ? എല്ലാവരും കൂടെ ചേർന്ന് ശബ്ദം ഉയർത്തി. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. വായിച്ചാട്ടെ. ജീവിക്കുന്നത് ഞാനല്ല, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഈ ബോധ്യമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ഈ വചനം നിങ്ങൾ ആവർത്തിച്ചൊന്ന് കേട്ട് സ്തോത്രം ചെയ്യണം. ഒരുവൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുകയാണ്. അപ് ടു ഡേറ്റ് മോഡൽ കാറും പ്രാർത്ഥിച്ച് നേടിയ കൊട്ടാരവും ദൈവത്തിൻ്റെ ഭൗതികത വെട്ടിപ്പിടിക്കാനുള്ള സമൃദ്ധിയുമല്ല അവൻ്റെ ഹൃദയത്തെ ഭരിക്കുന്നത്. അവൻ്റെ മനസ്സിനകത്തൊരു ക്രൂശീകരണം സംഭവിക്കുകയാണ്. ഗലാത്യർ 5:17 നിങ്ങൾ നോട്ട് ചെയ്യണം, ഒപ്പം വായിക്കണം. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചത് നോട്ട് ചെയ്യണം. ക്രൂശീകരണം ഗലാത്യർ 5:17 വായിച്ചാട്ടെ. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അടുത്ത വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. അടുത്ത വാക്യം, ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവയെന്ന് വെളിപ്പെടുന്നു. അടുത്ത വാക്യം, ഈ വക പ്രവർത്തിക്കുന്നവർ അയ്യോ കാഹളം തൊലിച്ച് കൂത്തുവാരി സ്വർഗത്തിൽ കൊണ്ടുചെന്ന് തമ്പുരാന്റെ വലത്തുഭാഗത്തിരുത്തി സകല കിരീടവും തലയെ തന്ന് എഴുന്നള്ളിക്കുമെന്നല്ല എഴുതിയിരിക്കുന്നത്. പച്ച
പച്ചയ്ക്ക് പച്ച പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇന്ന് രാത്രി പറയട്ടെ, രക്ഷ നഷ്ടപ്പെടുകയില്ല, നീ അവിടെ കാണുകയില്ല. സ്തോത്രം. ഓപ്പറേഷൻ വിജയകരമായിരുന്നു, രോഗി മരിച്ചുപോയി എന്ന് തിയേറ്ററിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞ പോലെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. ഓപ്പറേഷൻ വിജയകരമായിരുന്നു, പക്ഷേ രോഗി ചത്തുപോയി, കാണുകയില്ല അവിടെ. ഇതിനോട് പോരാട്ടമാണ്. എനിക്കത് വിശദീകരിക്കാൻ ഒരുപാടുണ്ട് എൻ്റെ മനസ്സിൽ. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രയോഗം ശ്രദ്ധിക്കണം. അന്യ ഒന്ന് വായിച്ചേ. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം. 24-ാം വാക്യം കൂടെ. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർക്ക് ഇത് അധികാരത്തോടെ പറയാനായിട്ട് കഴിയും? ഇരിക്കുന്നത് ഹോളിൽ കസേരയിലാണെങ്കിലും പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നു, നിങ്ങളുടെ കണ്ണിന് ഇമ്പമെന്ന് നിങ്ങൾ കൊതിക്കുന്നത്, നിങ്ങളുടെ മനസ്സിന് കൊതിയായി നിങ്ങൾ ആസ്വദിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാവനയിൽ കൊണ്ടു നടക്കുന്നത്, നിങ്ങളുടെ ജഡത്തെ മോഹരൂപത്തിൽ പ്രദർശിപ്പിക്കുന്നത് എല്ലാം യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആത്മാവിൽ വിളിച്ചു പറയത്തക്ക വിധത്തിൽ ദൈവശക്തിയുടെ വ്യാപാരം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ പറയണം, നോക്കുക, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഈ ദൂത് ഇന്ന് രാത്രി ഈ പുൽപിറ്റിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉറപ്പായി പറയട്ടെ, മരണത്തിന്റെ സാദൃശ്യത്തോട് എൻ്റെ കൂടപ്പിറപ്പേ നീ ഏകീകരിക്കപ്പെടുന്നില്ലെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് നീ ഏകീഭവിക്കയില്ല. ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന യുവമക്കളോട് ചോദിക്കുന്നു, ഭക്തന്മാരുടെ വിശ്വാസപാത, ഭൗതികതയല്ല ഞാൻ പറയുന്നത്, ആത്മീയ കാഴ്ചപ്പാടിൽ ക്രൂശിന്റെ പാതയാണോ അത്ഭുതത്തിന്റെ പാതയാണോ? ശ്രദ്ധിച്ച് കേൾക്കണേ, നീ പറയുന്നത് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. ഭക്തന്മാരുടെ ജീവിതപാത ഭൗതികതയല്ല പറയുന്നത്, ക്രൂശിന്റെ പാതയാണോ അത്ഭുതത്തിന്റെ പാതയാണോ? ശ്രദ്ധിച്ചേ. നമ്മൾ ഈ പോരാട്ടം, ബന്ധനം എന്നുദ്ദേശിക്കുന്നത് എന്തിനെയാ? സ്തോത്രം. ഒരു വിധത്തിലും ആരാധന നടന്നില്ലെങ്കിലും പോരാട്ടം, ബന്ധനം, അന്ധകാരം കെട്ട്, ഈ 4 പ്രയോഗമുണ്ടെങ്കിൽ ആരാധന നടക്കും. നടക്കുമോ? നടക്കുമെന്നേ. ഇതൊന്ന് ആവർത്തിച്ചാൽ തറയിലിരിക്കുന്നവൻ തറ തൊടാതെ ആരാധിക്കും. സ്തോത്രം. ഉറക്കഗുളിയെ കഴിച്ച് ഇപ്പോൾ ഉറക്കഗുളിയെ ഇല്ലാതെ ഉറക്കം വരികയാണെന്നുള്ള മട്ടിൽ ബന്ധനം കേട്ട് ഇപ്പം ബന്ധനമില്ലാതെ ഉറക്കം വരിക, ആരാധന വരികയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പോരാട്ടമിട്ട് ബന്ധനമിട്ട് ബന്ധന ശക്തികളിട്ട്, വല്ലാത്ത ശക്തിയാ. അന്ധകാരത്തിൻ്റെ കൂച്ചുവിലങ്ങിട്ട് പിടിയും വലിയും കോച്ചും കൊളുത്തുമായി ഇടയ്ക്ക് പിടുത്തമിട്ട് നടുവിൽ കെട്ടിട്ട് വരുമാനത്തിൻ്റെ വഴികളെ മുഴുവൻ ബന്ധിച്ച് വ്യാപരിക്കുന്ന ദുഷ്ടശക്തികൾ, വല്ലാത്ത ശക്തികളാ. തട്ടിക്കളയാൻ, വെട്ടിക്കളയാൻ, കൂട്ടമായി പട്ടിണിക്കിടാൻ നോട്ടമിട്ട സ്ഥാനത്ത് നിന്ന് എന്തോ ഒരു സാധനമാണെന്നറിയാമോ? ഖത്തറിൽ കൊണ്ടുവന്ന് കാറുകളിൽ വട്ടം കറക്കുന്ന ഞാനല്ലേ മോനെ എന്നൊന്ന് പറഞ്ഞേക്കാങ്കിൽ തറയിലിരുന്നാലും തറ തൊടാതെ ആരാധിച്ചു കളയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നിത്യതയെ നോക്കി കരയാൻ കഴിയാത്ത ഒരുവന്റെയും ആത്മീയത എൻ്റെ കയ്യിലെ ബൈബിൾ അടിവര വെക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കോവിഡിന് ശേഷം ഇച്ചിരി കുറവുണ്ട്. കോവിഡിന് മുമ്പ് എന്തായിരുന്നു വേദികളിലെ അത്ഭുതം? വീൽ ചെയറുമായിട്ട് വരുന്നു, വീൽ ചെയർ ഇട്ടേച്ച് പോകുന്നു, ചിലർ വീൽ ചെയർ ഇട്ടേച്ച് വലിച്ചു കളഞ്ഞതിന് ശേഷം വീൽ ചെയറും തപ്പി നടക്കുന്നു. ഇന്ന് രാത്രി ഒരു വസ്തുത പറയാം, ഇതിൻ്റെ പുറകിൽ മുഴുവൻ വ്യാപരിക്കുന്ന ആത്മാവ് യേശുവിൻ്റെ ആത്മാവല്ല. ഇന്ന് രാത്രി നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഞാനൊരു വസ്തു നിങ്ങളോട് ചോദിക്കട്ടെ, അപ്പോസ്തോലിക പിതാക്കന്മാർക്ക് ഈ പറയുന്ന അത്ഭുതത്തിൻ്റെ മാർഗം പരിചയമുണ്ടായിരുന്നോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം.
ഇന്ന് കാണുന്ന അത്ഭുതത്തിന്റെ മാർഗം അപ്പോസ്തോലിക പിതാക്കന്മാർക്ക് പരിചയമുണ്ടായിരുന്നോ? നിങ്ങൾ അപ്പോസ്തോലിക പിതാക്കന്മാരുടെ മരണരംഗം ഒന്ന് നോക്കണം. ഞാൻ പെട്ടെന്ന് ഒന്ന് വിശദീകരിക്കാം, പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട്. എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആ വിഷയം വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്ന് ഉള്ളിലേക്കൊന്ന് കയറും. മത്തായി എത്യോപ്യയിൽ രക്തസാക്ഷ്യം വഹിച്ചു, വാളുകൊണ്ട് കൊല്ലപ്പെട്ടു. മർക്കോസ് അതെ അലക്സാണ്ട്രിയയിൽ മരിക്കുന്നതിന് മുൻപ് തെരുവിലൂടെ കുതിരകളാൽ വലിച്ചിഴയ്ക്കപ്പെട്ട ശേഷം മരിച്ചു. ലൂക്കോസ് ഗ്രീസിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ടു. യോഹന്നാൻ മാത്രമാണ് സ്വാഭാവിക മരണം വരിച്ചത്. പത്രോസ് ടി മോഡൽ, പ്ലസ് മോഡൽ, എക്സ് മോഡൽ ക്രൂശുകളിൽ ഒരു എക്സ് മോഡൽ ക്രൂശിൽ തലകീഴായി ക്രൂശിക്കപ്പെട്ടു. എക്സ് മോഡൽ ക്രൂശിൽ തലകീഴായി ക്രൂശിക്കപ്പെടുന്ന രംഗം നിങ്ങൾ ഭാവനയിൽ കാണണം. യാക്കോബ് യെരുശലേം ദൈവാലയത്തിൻ്റെ കിഴക്കേ ഉയർന്ന ഗോപുരത്തിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലപ്പെടാതെ വന്നപ്പോൾ ഗത കൊണ്ട് ഇഞ്ചിഞ്ചായി തല്ലിക്കൊല്ലപ്പെട്ടു യാക്കോബ് എന്ന ദൈവദാസൻ. ദൈവത്തിന് സ്തോത്രം. സെബദിയുടെ മകൻ യാക്കോബ് യെരുശലേമിൽ വെച്ച് ശിരച്ഛേദം ചെയ്യപ്പെട്ടു. ശിരച്ഛേദം ചെയ്യപ്പെടുന്നതിന് മുമ്പ് തൊലി മുഴുവൻ അടിച്ചു വലിച്ചൂരിയെടുക്കേണ്ടി വന്നു. ഇത് രംഗത്ത് പോലും വിശ്വാസം തള്ളിപ്പറയാതെ നിന്നപ്പോൾ തന്നെ കൊല്ലാൻ കൊണ്ടുപോയ റോമൻ അധികാരി ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം ജഡ്ജിയുടെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ എനിക്കും തരണമെന്ന് പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങി മരിക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓർക്കുക, ബർത്തലോമായി ഇന്നത്തെ തുർക്കിയിൽ നമ്മുടെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് അർമേനിയയിൽ പ്രസംഗിക്കുമ്പോൾ രക്തസാക്ഷിയായി ചാട്ട പ്രത്യേക രീതിയിൽ അടിച്ച തൊലി മുഴുവൻ ഉരിച്ചതിന് ശേഷം കൊന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓർക്കുക, അന്ത്രയോസ് എങ്ങനെ കൊല്ലപ്പെട്ടു? പട്ടാളക്കാർ കഠിനമായി ചമ്മട്ടിയടിച്ച് ശരീരം തകർത്ത് ക്രൂശിൽ കൊല്ലാതെ കിടത്തേണ്ടതിനെ കെട്ടിയിട്ട് 3 ദിവസം അതിവേദനയിൽ പിടഞ്ഞുകൊണ്ട് രക്ഷാമാർഗം പട്ടാളക്കാരോട് പ്രസംഗിച്ചു മരിച്ചു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓർക്കണം, തോമസ് നമ്മുടെ നാട്ടിൽ വന്ന് കാളി ഭക്തരുടെ കുന്തമേറ്റു മരിച്ചു. സ്തോത്രം. നിങ്ങൾ ഓർക്കുക, പൗലോസ് AD 67 നീറോയുടെ നേതൃത്വത്തിൽ മർമാട്ടിൻ ഗുഹയിൽ നിന്ന് 10ഓളം പടയാളികളുടെ മധ്യത്തിൽ നടത്തിക്കൊണ്ടുപോയി ഓസ്റ്റിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിൽ വെച്ച് 2.5 അടി പൊക്കമുള്ളൊരു കൽത്തൂണിലേക്ക് തലയായിപ്പിച്ച് പരസ്യമായി കഴുത്ത് വെട്ടിക്കൊന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ പറഞ്ഞവരിൽ ആരാണ് അത്ഭുതങ്ങൾ കൺമുൻപിൽ കണ്ട് അവരുടെ ജീവിതം സമൃദ്ധിയിലെത്തിച്ചത്? ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോടൊരു ചോദ്യം കൂടെ ചോദിക്കുന്നു. ഇത്രയും ഭീകര പീഡയിലൂടെ കടന്നുപോയിട്ടും ധൈര്യത്തോടെ മരണത്തെ അഭിമുഖീകരിക്കാൻ ഇവരെ ഏൽപ്പിച്ചു കൊടുക്കാനുണ്ടായ മുഖാന്തരം എന്താണ്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നു, എൻ്റെ രക്ഷകന്റെ ക്രൂശ് പോലെ ക്രൂശിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. മരിക്കുമ്പോൾ ഞാൻ അവൻ്റെ പാദം ചുംബിച്ചു മരിക്കട്ടെ എന്ന് പറഞ്ഞ് എക്സ് മോഡൽ ക്രൂശിൽ തല താഴേക്കിട്ട് പിടഞ്ഞ പത്രോസ് മരിക്കുമ്പോൾ പൗലോസും പത്രോസും ഒറ്റ ജയിലിൽ നിന്നാണ് മരണസ്ഥലത്തേക്ക് പോയത് എന്ന് നിങ്ങൾ ഓർക്കണം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ മുഴുവൻ പഴയ പണിക്ക് പോയവരാണ്. എന്നാൽ എന്തുകൊണ്ട് ഇത്ര ക്രൂരമായ മരണത്തിന് മുൻപിലും അവർ സമൃദ്ധിയേക്കാൾ ക്രൂശിന്റെ മാർഗം തിരഞ്ഞെടുത്തു? ഞാൻ നിങ്ങളോട് പറയാം, അവർക്ക് ഗലീല മലമ്പുറത്ത് വെച്ച് നേരിട്ട് കണ്ട ഒരുവനെ അറിയാം. അവർക്കറിയാം ഇവൻ സങ്കല്പ പുരുഷനല്ല. ഞങ്ങൾ അവനെ കരമുയർത്തി ആശീർവദിക്കയിൽ കണ്ട വേളയിൽ അവൻ കരമുയർത്തി ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഞങ്ങൾ ആത്മാവിൽ കണ്ടൊരു സത്യമുണ്ട്. ഈ തലമുറയിൽ മാത്രം ഞാൻ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും ഞാൻ അരിഷ്ടനാണ്. ഈ ദൂത് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, രോഗശാന്തിക്ക് വേണ്ടി കർത്താവിനെ പിൻപറ്റുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ശ്രദ്ധിച്ചു കേട്ടെ, രോഗശാന്തിക്ക് വേണ്ടി കർത്താവിനെ പിൻപറ്റുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ചിലരുടെ ധാരണ കർത്തൃദാസന്മാർ കൈവച്ച് പ്രാർത്ഥിച്ചാൽ
രോഗം മാറിയില്ലെങ്കിൽ പുള്ളിക്ക് കൃപയില്ലെന്നാ. രോഗശാന്തി സഭയ്ക്കുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, തിമത്തിയോസ് എന്ന സഹശിഷ്യനോട് പൗലോസ് പറയുന്ന വാക്ക്, നിന്റെ അജീർണ്യത്വവും കൂടെ കൂടെയുള്ള ക്ഷീണവും നിമിത്തം അല്പം വീഞ്ഞും ബാക്കി സേവിച്ചുകൊള്ളുക. എന്താ അജീർണ്യത്വം? ഹലോ, എന്താണ് അജീർണ്യത്വം? മറുപടിയില്ലേ? ദഹന പ്രക്രിയയുടെ ഡിസോർഡർനെസ്, ദഹന പ്രശ്നം. അപ്പോൾ തിമത്തിയോസ് എന്ന ഉത്തരീയ റൂമാലുമിട്ട് രോഗികളെ സൗഖ്യമാക്കാൻ അതീന്ദ്രിയ ശക്തി വ്യാപരിച്ച പൗലോസിന്റെ ശിഷ്യന് ദഹനക്കേടുണ്ടായിരുന്നു. വൈദ്യശാസ്ത്ര വിധിപ്രകാരം തയ്യാറാക്കിയ വീഞ്ഞ് ചികിത്സാർത്ഥം അനുഭവിച്ചു കൊള്ളത്തക്ക വിധത്തിൽ ഇദ്ദേഹത്തിന് അനുവാദം കൊടുത്തപ്പോൾ ഞാൻ ചോദിക്കുന്നു, പൗലോസിൽ വ്യാപരിച്ച കൃപാവരം എവിടെ? നിങ്ങൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. മുട്ടുവേദനയും പല്ലുവേദനയും ക്യാൻസറും ശരീരത്തിൽ ഉണ്ടാകുന്നതിന് ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സൗഖ്യം സംഭവിക്കും. അല്ലെങ്കിൽ അതിൽ നീ കടന്നു പോകേണ്ടി വന്നാലും വിശ്വാസം തള്ളിപ്പറയാതെ നിത്യതയെ ഉന്നം വെച്ചുകൊണ്ട് ജീവിക്കാൻ ദർശനം പ്രാപിച്ചൊരു ദൈവ പൈതൽ ഇവിടെയുണ്ടോ? ആ ഭക്തന്മാർ അങ്ങനെ മരിക്കാൻ കാരണം അവർക്ക് മനസ്സിലായി, മണ്ണല്ല വലുത്, വിണ്ണാണ്. അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ന് നിങ്ങളുടെ ജീവിതയാത്രയിലെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഞാൻ ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുൻപിൽ പറയട്ടെ, നിങ്ങൾക്കറിയാമോ സാധു സുന്ദരസിംഗിനെ? ആ കർത്തൃദാസൻ ഒരിക്കൽ ഹിമാലയ മേഖലയിൽ പ്രാർത്ഥനാനിരതനായിരുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ കുറിച്ചിരിക്കുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരരഹിതനായി പുറത്തിറങ്ങുന്ന ഒരു രംഗമുണ്ടായി. പുറത്തിറങ്ങിയപ്പോൾ ആത്മലോകം തൻ്റെ കൺമുൻപിൽ മലർക്ക തുറക്കപ്പെട്ടു. അവിടെ തൻ്റെ കൺമുൻപിലേക്ക് തേജസ്വിയായ ഒരാൾ അടുത്തു വന്നു. എന്നിട്ട് ചോദിച്ചു, സാർ എന്നെ അറിയുമോ? അപ്പോൾ പറഞ്ഞു, അറിയത്തില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ച മുൻപ് ഇന്ന കുഷ്ഠരോഗ ആശുപത്രിയിൽ ഒരു പച്ച മറയ്ക്കകത്ത് മൂക്കും കൈയും എല്ലാം കുഷ്ഠരോഗം കൊണ്ട് ഇരുന്നുപോയ ഒരു കുഷ്ഠരോഗിയുടെ അടുക്കലിരുന്ന് ക്രൂശിന്റെ സുവിശേഷം പറഞ്ഞത് ഓർക്കുന്നു. ഇന്ന ദിവസം ഇത്രാം തീയതി ഇത്ര മണിക്ക് ഞാൻ ആ ഹോസ്പിറ്റലിൽ മരിച്ചു. ഈ ലോകത്തിലേക്ക് ഞാൻ പ്രവേശിച്ച സാർ, ഞാൻ ഇവിടേക്ക് പ്രവേശിക്കുകയും എൻ്റെ ദ്രവിച്ചുപോയ മൂക്കും എൻ്റെ ഇരുന്നുപോയ വിരലുകളും തേജസ്സിൽ മടങ്ങി വന്നു. ഞാൻ ഈ ഭാവത്തിലായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ആത്മനിദ്രയിൽ നിന്ന് പത്മോസിൽ യോഹന്നാൻ ഉണ്ടാകുന്നത് പോലുള്ള ആ വെളിപ്പാടിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ താൻ നേരെ ഹോസ്പിറ്റലിൽ പോയി രജിസ്റ്റർ എടുപ്പിച്ചു. നോക്കിയപ്പോൾ ആ രജിസ്റ്ററിനകത്ത് ഈ മനുഷ്യൻ മരിച്ച സമയം രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇദ്ദേഹം ആത്മലോകത്തിൽ വെച്ച് തന്നോട് പറഞ്ഞ ടൈം ഒറ്റ ടൈമായിരുന്നു. ഞാൻ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിത്യത വലുതായി കാണാത്ത ഒരു തലമുറ. ഞാൻ ചോദിക്കട്ടെ, അടുത്ത ബയോപ്സി റിപ്പോർട്ട് താങ്കൾക്ക് ക്യാൻസർ ആകില്ല എന്ന് എന്താ ഉറപ്പ്? ക്ലോസറ്റിലേക്ക് ഷുഗർ രോഗിയുടെ യൂറിൻ വീഴുമ്പോൾ പതഞ്ഞുയരുന്ന മൈക്രോ ആൽബുമിനൂറിയ എന്ന ഒരു പ്രശ്നം നിരന്തരം അനുഭവിച്ചാൽ കിഡ്നി ബലഹീനതയിലേക്ക് നീങ്ങും എന്ന് വൈദ്യശാസ്ത്ര തലത്തിൽ അറിയാമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദീർഘവർഷങ്ങളായി താങ്കൾ ഷുഗർ രോഗിയാണെങ്കിലും താങ്കളുടെ യൂറിൻ പതഞ്ഞുയരുന്നുണ്ടെങ്കിലും താങ്കളുടെ കിഡ്നി രോഗത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുമ്പോൾ ഓർക്കണം, അടുത്ത ദിവസം മുന്നറിയിപ്പ് തരാതെ ആ ഒരു ബലഹീനത താങ്കളുടെ അടുക്കൽ എത്തില്ലെന്ന് ആര് പറഞ്ഞു? ഓടിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തിൽ ചിതറി വീണ സഹോദരങ്ങളുടെ ഡെഡ് ബോഡിക്ക് മുൻപിൽ നിന്ന് അലറിക്കരയുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, ഒന്ന് കണ്ണടച്ചു പോയാൽ ഈ ഗതി ആർക്കും സംഭവിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഭാരത സ്പർജൻ എന്നറിയപ്പെടുന്ന കെ ഇ എബ്രഹാമിന്റെ മൂത്ത മകൻ എങ്ങനെയാണ് മരിച്ചത്? വാഹനാപകടത്തിലല്ലായിരുന്നു. അഗസ്റ്റിൻ ഗോമോസ് ലോകത്തോട് യാത്ര പറഞ്ഞത് ഒരു ആക്സിഡന്റിലല്ലായിരുന്നുവോ? എത്ര തെളിവുകൾ ഞാൻ നിരത്താം. അപ്പോൾ ഒരു അപകടമോ ഒരു രോഗാവസ്ഥയോ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് ആത്മീയതയുടെ ഏറ്റക്കുറച്ചിലായി പറയാൻ പറ്റില്ല. എന്നാൽ നിത്യതയാണ് വലുതെങ്കിൽ, അതിനാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെങ്കിൽ,
എനിക്ക് നിത്യതയാണ് വലുതെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ആ വലതുകരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഗ്ലോറി. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് വിഷയങ്ങൾ മടങ്ങി വരുന്നുണ്ടെങ്കിലും ഞാൻ പറയാം, നാളെ ഈ ഭാഗത്തേക്കൊക്കെ നമുക്ക് കയറണം. പരിശുദ്ധ ട്രിനിറ്റി എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഇങ്ങനെ ഈ ആത്മീയ അനുഭവങ്ങളിൽ പോകുന്ന ഭക്തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ആപ്ലിക്കേറ്റ് ആകുന്നതെന്നൊക്കെ ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ നിങ്ങൾ ഓർക്കുക, ഓരോ മൈൽ സ്തോത്രം, ആട്ടുകൊറ്റൻ, പന്നി, ഇതെല്ലാം ഓരോ മനുഷ്യരൂപങ്ങളുടെ പിൻപിൽ തിരിച്ചു കയറുന്ന രംഗമുണ്ട്. ഇതിൻ്റെ അർത്ഥം ദുരാത്മാക്കൾ തിരിച്ചു വരുന്നൊരു രംഗമുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത ദിവസം ഓർപ്പിക്കാം. പിന്മാറ്റത്തിലേക്ക് പോകുന്ന വ്യക്തിയിലേക്ക് തിരികെ വരുന്ന ദുരാത്മാക്കൾ. അത് മാത്രമല്ല, അവസാനം തന്നിലും ദുഷ്ടതയേറിയ ദുരാത്മാക്കളെ തിരികെ കൊണ്ടുവന്ന്, ആദ്യത്തെ പരിതസ്ഥിതിയിൽ ദൈവത്തിന് സ്തോത്രം ഒരു ആ ദുരാത്മാവേ ഉള്ളായിരുന്നു. എന്നാൽ പിന്മാറ്റക്കാരൻ്റെ അന്തരീക്ഷത്തിൽ ദുരാത്മാക്കളുടെ കൂട്ടം വീണ്ടും പൈശാചിക ത്വരയോടെ അത് അകത്ത് കുടിയിരിക്കുകയും അവസാനം ഇയാളിൻ്റെ മുഖഭാവം കണ്ടോ, ദൈവസ്നേഹം നഷ്ടപ്പെട്ട മുഖഭാവം കഠിനമാകുകയും പരിശുദ്ധാത്മാവാകുന്ന തങ്കപ്രാവ് പറന്നകലുകയും ദൈവത്തിൻ്റെ ദൂതൻ അപ്രത്യക്ഷമാകുകയും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇദ്ദേഹം മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ നരകത്തിലേക്ക് പൈശാചിക ദൂതന്മാരുടെ അറസ്റ്റിൽ ട്രാൻസ്ഫർ ആകുകയും ചെയ്യുന്ന രംഗം. നിങ്ങളിന്ന് രാത്രി നിങ്ങളോട് ഞാൻ ഈ വിഷയത്തിന് മുൻപിൽ ചോദിക്കുന്നു, ഇന്ന് എൻ്റെ മരണം സംഭവിച്ചാൽ എൻ്റെ നിത്യത ഞാൻ എവിടെ ചിലവഴിക്കും? ഈ ബോധ്യമുള്ള ദൈവമക്കൾ ആ വലത് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ശക്തമായി ഇത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഇത് ഗൗരവരഹിതമായി കാണരുത് കൂടപ്പറപ്പേ, ഗൗരവരഹിതമായി കാണരുത്. നിങ്ങൾക്കറിയാമല്ലോ, മേരി ജോൺ തോട്ടം കുത്തിക്കുറിച്ച അവസാന വാക്കുകൾ ആ ലോകമേ യാത്രയിൽ, പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്ത് സംഭവിച്ചു കേട്ടുകേഴ്വിയില്ലയോ? പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ പിരിഞ്ഞു പഞ്ചഭൂതമായി അഴുകിമാറി ജഡംക്രമാൽ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്രത്തിരിവിൽ. ഒരു നൂറ്റാണ്ട് ജീവിക്കുന്ന കരിവേലകമല്ല ഇതിനകത്തിരുന്ന് ആരാധിക്കുന്നവർ. അടുത്ത ദിവസം ബലഹീനത വന്നാൽ പുൽപ്പൊടി പോലെ അവസാനിക്കേണ്ടവരാണ്. എന്നാൽ നിത്യതയെ വലുതായി കണ്ടവനാണ് ഇന്ന് രാത്രി ഇവിടെ നിന്ന് പറയേണ്ടത്, എൻ്റെ നിത്യതയാണ് എനിക്ക് വലുത്. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, സ്തോത്രം, ഭൂമിയിലെ മൃഗങ്ങളുടെ കാൽപ്പാടുകളിൽ വെച്ച് ഏറ്റവും ബലിഷ്ഠമായ കാൽപ്പാടുള്ള ജീവിയുടെ പേര് പറയാമോ? സ്തോത്രം, ആന. ഭൂമിയിലെ മൃഗങ്ങളുടെ കാൽപ്പാടുകളിൽ വെച്ച് ഏറ്റവും ബലിഷ്ഠമായ കാൽപ്പാടുള്ള ജീവി ആന. ഇനിയും തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ഭൂമിയിലെ ധ്യാന വിഷയങ്ങളിൽ വെച്ച് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഏറ്റവും ശക്തിയേറിയ ധ്യാന വിഷയം പറയാമോ? ഹലോ, ആദ്യത്തെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തി. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നു, ഭൂമിയിലെ ധ്യാന വിഷയങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആത്മപരിശോധനയ്ക്ക് വിധേയമാകുന്ന ധ്യാന വിഷയം പറയാമോ? പറയാം, സ്വന്തം മരണത്തിൻ്റെ ധ്യാനം. കാനമച്ചൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്ക വന്ന് ചോദിച്ചു, സാറേ, എൻ്റെ ജീവിതത്തിൽ ഇച്ചിരി നന്മയൊക്കെ ഉണ്ടായപ്പോൾ വല്ലാത്ത അഹങ്കാരം വരുന്നു, എന്താണ് പരിഹാരമാർഗം? പുള്ളി പറഞ്ഞു, ഒരു വലിയ കുഴി വെട്ടുന്നത് കാണണം, നിന്റെ ബോഡി എടുത്ത് അതിനകത്തോട്ട് വെക്കുന്നത് കൂടെ കാണണം. കേട്ടോ, ഇന്നത്തെ സ്ഥിതിയിൽ അത് കാണാൻ മനസ്സനുവദിക്കുന്നില്ലെങ്കിലും ഈ രാത്രി സ്വന്തം മരണത്തിൻ്റെ ധ്യാനമൊന്ന് കണ്ട് എൻ്റെ നിത്യത ഞാൻ എവിടെ ചിലവഴിക്കുമെന്ന് ആ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് ചോദിക്കാമോ? ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഗ്ലോറി. എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റാട്ടെ. ഒരു നിമിഷം കുഞ്ഞുങ്ങളൊന്ന് വേദിയിലോട്ട് വന്നാട്ടെ. ഗ്ലോറി. ശബ്ദം ഉയരട്ടെ. എല്ലാവരും പ്രിയപ്പെട്ടവർ രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിക്കേ. ബാക്കി അടുത്ത ദിവസങ്ങൾ തുടരും. ഇന്ന് രാത്രി ആ രണ്ട് കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, രണ്ട് കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. അയ്യോ, ഭൗതിക നേട്ടങ്ങളെ സദസ്സിനു മുൻപിൽ എങ്ങാണ്ട് നടന്ന അമ്മൂമ്മ കഥകളായി അവതരിപ്പിച്ച് ജനത്തെ ഒരുതരം വൈകാരിക ഉന്മാദത്തിലാക്കി, വൈകാരികമായി ജനത്തെ ഇന്ന് തന്ത്രപരമായി കബളിപ്പിക്കുന്ന ശുശ്രൂഷകൾ അരങ്ങു തകർക്കുമ്പോൾ നിത്യതയെ വലുതായി കാണുന്ന ഒരു വലിയ മാറ്റം പ്രിയപ്പെട്ടവരെ ദൈവാത്മാവ് ഇന്ന് രാത്രി ഇവിടെ ക്ഷണിക്കുകയാണ്. ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ.
ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഇടം വലം നിൽക്കുന്നവരെ മറക്കുക പ്രിയപ്പെട്ടവരെ, മുൻപിലും പുറകിലും നിൽക്കുന്നവരെ മറക്കുക സഹോദരങ്ങളെ. കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഒന്ന് ചോദിക്കാം. ഇന്ന് രാത്രി പോയി കിടന്നുറങ്ങുന്ന കിടപ്പറ എൻ്റെ മരണയറയായി മാറിയാൽ, എൻ്റെ നാഥന്റെ മുൻപിൽ ഞാൻ വിശ്രമത്തിനായി എത്തിച്ചേരുമ്പോൾ എൻ്റെ കൈകൾ പ്രതിഫലത്തിനായി നീളുമോ, അതോ നിത്യ നരകത്തിനായി ഞാൻ വലിച്ചെറിയപ്പെടുമോ? എൻ്റെ ജീവിതത്തിൽ ആരും അറിയാത്ത രഹസ്യ ജീവിതത്തിൽ പാപം ആധിപത്യം പുലർത്തി വാഴുമ്പോൾ എനിക്കെങ്ങനെ നിത്യതയിലെത്താൻ കഴിയും? ഇന്ന് രാത്രി ലോകത്തോട് ജയിച്ച്, ജഡത്തോട് ജയിച്ച്, പാപത്തോട് ജയിച്ച് ഒരു ജയജീവിതം നയിച്ച് ഇന്ന് രാത്രി എനിക്ക് നിത്യതയിലെത്തണം എന്ന് കൊതിക്കുന്ന ദൈവമക്കളെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുകയും, ഗ്ലോറി, രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അത്ഭുതങ്ങളുടെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കാത്ത വ്യക്തിയാണെന്ന്. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. എന്റെ ക്യാൻസർ രോഗത്തെ, എന്റെ ഹാർട്ട് ഡിസീസിനെ, എന്റെ കിഡ്നി ഫെയിലിയറിനെ, എന്റെ ശരീരകോശങ്ങളിൽ വാഴുന്ന ബലഹീനതകളെ എന്റെ യേശുവിന്റെ കരം നീട്ടിയാൽ സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിത്യതയോടുള്ള ബന്ധത്തിൽ ഞാൻ എത്ര അലേർട്ടാണ് എന്ന് സ്വയം ഒന്ന് ചിന്തിച്ച്, ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി ആ കരം ഉയർത്തി പാടിക്കാം. കേൾക്കുമോ ഈ ദിനമാരറിഞ്ഞു, ശബ്ദമുയർത്തി, ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനമാരറിഞ്ഞു, വിശ്രമവാസത്തിൽ ആകുമോ നാം, ഏതിനും ഒരുങ്ങുകന്നാത്മാവേ, വിശ്രമവാസത്തിൽ ആകുമോ നാം, ഏതിനും ഒരുങ്ങുകന്നാത്മാവേ. ഇന്ന് ഇത്തരം പാട്ടുകളില്ല, അതെല്ലാം അപ്രത്യക്ഷമായി പോയി. എന്നാൽ ഭക്തന്മാർ പാടിയ പാട്ട് നിത്യതയുടെ ദർശനമായിരുന്നു. ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു. പ്രഭാതത്തിൽ പാടുകയാണ്. അടുത്ത ഏക്കറൂടെ വാങ്ങിച്ച്, അടുത്ത കാറുകളൂടെ വാങ്ങിച്ച്, നാട്ടിലെ കോടീശ്വരനായി വീടിന്റെ സിറ്റ് ഔട്ടിൽ 4 കാർ സ്റ്റോക്ക് ചെയ്ത് തവളയെ പോലെ ആർത്തിയും ദുരയും വർദ്ധിപ്പിക്കണമെന്ന് പ്രസംഗിക്കുന്നതല്ല യഥാർത്ഥ സുവിശേഷം. എന്റെ കർത്താവ് ഇന്ന് പകൽ വന്നാൽ അവിടുത്തെ സന്നിധിയിൽ എത്തത്തക്ക വിധം ജീവിതത്തെ എനിക്ക് ഒരുക്കണമെന്ന് പറയുന്നതാണ് ഒരു യഥാർത്ഥ ഭക്തന്റെ സുവിശേഷം.